السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله السميع العليم من الشيطان الرجيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. فجودي إليه بالدموع وأعولي لفقد الذي لا مثله الدهر يوجد، وما فقد الماضون مثل محمد ولا مثله حتى القيامة يفقدون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന, അനുഗ്രഹിക്കുന്ന ഒട്ടനേകം നന്മകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭത്തിലും സദസ്സിലുമാണ് നാം ഉള്ളത്. ഇൽമിൻ്റെ, അറിവിൻ്റെ, ദീന് പഠിക്കുന്ന ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂടിയതിൻ്റെ എല്ലാ പ്രതിഫലവും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ ഈ ഒരു സമയത്തെ ചേർത്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ ഇഷായിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിൽ നന്മകളിലും ദിക്റുകളിലും പ്രാർത്ഥനകളിലുമൊക്കെയായി കഴിഞ്ഞു പോകുന്നതിന് മഹത്വമുണ്ട്. ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തിനെ കാത്തിരുന്ന് പള്ളിയിലിരിക്കുന്നതിന് പ്രത്യേകം മഹത്വമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ കാണാൻ സാധിക്കും, അള്ളാഹുവിൻ്റെ റഹ്മത്തായ മഴ ഇറങ്ങുന്ന സമയത്തൊരു വിശ്വാസി പ്രാർത്ഥിക്കുന്നവനായാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും ബറക്കത്തും നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. ഏകദേശം 2 കൊല്ലം മുമ്പൊരു ഓഗസ്റ്റ് മാസത്തിൽ ഒരു മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശത്ത് മഖബൂൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് വേണ്ടി ഒരു ചികിത്സാ സഹായത്തിന് വേണ്ടി വലിയൊരു കളക്ഷൻ നടന്നു. വിവാഹം കഴിയാത്ത ചെറിയ പ്രായമുള്ള ആ മകൻ്റെ പെട്ടെന്നുള്ള ഒരു അവസ്ഥ കടന്നു വന്നു. ഒരാഴ്ചക്കുള്ളിൽ ഒരു മേജർ സർജറി ചെയ്തേ പറ്റൂ. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനാവണം. വെറും ചെറിയ പ്രായമാണ്. എറണാകുളത്തെ അറിയപ്പെടുന്നൊരു ഹോസ്പിറ്റലിലെത്തി. അവിടുന്ന് ഡോക്ടർ പറഞ്ഞു, അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഇയാളുടെ കരൾ മാറ്റിവെക്കൽ നടക്കണം. 2 കടമ്പകളാണുള്ളത്. 44 ലക്ഷം രൂപ വേണം. കിട്ടാവുന്ന ഒരു നല്ല സൂട്ടബിളായ കരൾ കിട്ടണം. ബാപ്പ പറഞ്ഞു, എൻ്റെത് പറ്റുമെങ്കിൽ എൻ്റെത് കൊടുക്കാം. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വാപ്പ സന്നദ്ധനായി. വാപ്പയുടെ ഫുൾ ചെക്കപ്പ് കഴിഞ്ഞു. വാപ്പ ഓക്കെയാണ്. മകൻ്റെ ഫുൾ ചെക്കപ്പ് കഴിഞ്ഞു. മകൻ്റെയും ഏകദേശം കുഴപ്പമില്ല, ചെയ്യാമെന്ന അവസ്ഥയ്ക്കെത്തി. ഇനി വേണ്ടത് പൈസയായിരുന്നു. ഒരാഴ്ച കൊണ്ട് ആ നാട്ടിലെ 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ വരെ ബസ് കയറി, റോട്ടിലിറങ്ങി, സ്കൂളുകളിൽ കയറി, എല്ലാ ഇടങ്ങളിലും ബക്കറ്റ് എടുത്ത് ഇറങ്ങി നടന്ന്
52 ലക്ഷം രൂപ പിരിച്ചു. 42 വേണ്ടതിന് പകരം 52 ലക്ഷം രൂപ പിരിച്ചു. ഹോസ്പിറ്റലിലെത്തി ഏകദേശം ഡോക്ടർമാരോട് പൈസ റെഡിയാട്ടോ, ഞങ്ങളൊക്കെ റെഡിയാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഏകദേശം അതിൻ്റെ സർജറിക്ക് വേണ്ടി അടുത്ത നിമിഷം അതിന് ഒരുങ്ങുന്നതിനിടയിൽ രോഗി മരണപ്പെട്ടു. ആ കുട്ടിൻ്റെ വാപ്പ കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചിരുന്നു, ഞങ്ങളിപ്പോഴും അതിൻ്റെ ഒരു ഷോക്കിലാണ്, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന ഞങ്ങൾക്ക് വേണം. അല്ലാഹു ആ പ്രിയപ്പെട്ട കുടുംബത്തിന് ക്ഷമയും സമാധാനവും പ്രതിഫലവും നൽകുമാറാകട്ടെ. മരണപ്പെട്ട ആ പൊന്നുമോനെ സ്വർഗത്തിലെ സന്തോഷ ജീവിതം നയിക്കുന്ന വിൽദാനുകളിൽ, മക്കളിൽ അല്ലാഹു ആ കുട്ടിയെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങൾ, ഞാനത് സൂചിപ്പിച്ചത് നമ്മുടെ അടുത്തുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ വിധിയെ തട്ടിമാറ്റാൻ, തള്ളിമാറ്റാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നമ്മൾ എത്ര വലിയ കൊലക്കൊമ്പന്മാരാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ മരണത്തിൻ്റെ മുമ്പിൽ പ്രിയപ്പെട്ടവരിങ്ങനെ ശ്വാസമിങ്ങനെ ഗർഗറയുടെ ശബ്ദമെത്തിക്കഴിഞ്ഞ് ശ്വാസം ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റുവട്ടത്ത് വലിയ വലിയ ഡോക്ടർമാരുണ്ട്, എത്ര പ്രിയപ്പെട്ടവരുണ്ട്, അറിയപ്പെടുന്ന മക്കളുണ്ട്, ആരൊക്കെ എവിടെ ഉണ്ടായിക്കോട്ടെ. യൂസുഫ് അലി സാറൊക്കെ ഒരിക്കൽ പറയണ്ടായി, പൈസ കൊണ്ട് എല്ലാം നേടാൻ കഴിയില്ല. എൻ്റെ ഉമ്മാൻ്റെ ചികിത്സ ആവശ്യാർത്ഥം ഞാൻ അന്ന് ഡോക്ടർമാരോട് പറഞ്ഞു, നിങ്ങൾ ഏത് മിഷ്യനോ ഏത് ഡോക്ടർ വേണമെങ്കിലും വിളിച്ചോളൂ, എവിടെ നിന്ന് വെച്ച് കൊടുന്നോളിയും, എൻ്റെ ഉമ്മാൻ്റെ ജീവനൊന്ന് രക്ഷപ്പെടുത്താനുള്ള പണി നിങ്ങൾ ചെയ്യണം. പക്ഷെ എൻ്റെ ഉമ്മ മരണപ്പെട്ടു. അന്ന് എനിക്ക് മനസ്സിലായി, പണം കൊണ്ടൊന്നും ലോകത്ത് എല്ലാം നേടാനൊന്നും വിചാരിക്കാൻ പറ്റൂല. ചുറ്റും ഒരുപാട് ആളുകൾ എണ്ണിത്തിട്ടിക്കൂടിയത് കൊണ്ട് ആരെങ്കിലും രക്ഷപ്പെടുവോ? ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. മരണം തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ വന്നെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചുറ്റുവട്ടത്ത് നിങ്ങൾ കൂടി നിൽക്കുകയാണ്, നോക്കി നിൽക്കുകയാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. കലിമ ചൊല്ലിക്കൊടുക്കും, ചിലപ്പോൾ വെള്ളം കൊടുക്കും, അല്ലേ, തടവി കൊടുക്കും, ഒക്കെ ചെയ്തു കൊടുക്കും. തിരിച്ചു പഠിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? വൽതഫത്തിസ്സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. കണങ്കാലും കൂട്ടിപ്പിഴിയും. കണ്ണുകൾ ഇങ്ങനെ മുകളിലേക്ക് എന്തോ കൊണ്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. സൂറത്തുൽ ഖാഫ് സൂറത്ത് വായിച്ചു നോക്ക്. മരണത്തിൻ്റെ വേദന, സക്റാത്ത് എല്ലാവർക്കും സത്യമായി വരുന്നതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ മാസത്തിൽ അവസാനം ആയിഷ ബീവിന്റെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് വേദന സഹിക്കവയ്യാതെ ഇരിക്കുമ്പോൾ ഫാത്തിമ ബീവി പറയുന്നുണ്ട്, എൻ്റെ വാപ്പാക്ക് എന്തൊരു വേദനയാണ്. പിന്നെ തങ്ങൾ പറയാണ്, നിങ്ങളിൽ 2 പേർ അനുഭവിക്കുന്ന വേദന ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. എങ്കിൽ നമ്മൾ എത്രമാത്രം അതിൻ്റെ വേദന അവസാനമായി ഈ കട്ടിലിൽ കിടന്ന് വിട പറയുന്ന രംഗമൊന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. ഇത് സത്യമാണ്. എപ്പോഴാ സംഭവിക്കുക? ഖുൽ യതവഫാകും മലകുൽ മൗതില്ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തു സജദയിൽ ഇങ്ങനെ കാണാം, സുബ്ഹ്ക്ക് നമസ്കരിക്കുമ്പോൾ കാണാം, ഖുൽ യതവഫാകും മലകുൽ മൗതില്ലദീ വുക്കില ബികും. നിങ്ങളെ ചുമതലപ്പെടുത്തപ്പെട്ട മലക്ക് നിങ്ങളുടെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകുന്നതാണ്, ഏറ്റെടുക്കുന്നതാണ്. സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. പിന്നീട് റബ്ബിലേക്ക് നിങ്ങളെ മടക്കിക്കൊണ്ടുപോകും. ഈ ഒരു യാത്ര സത്യമാണ്. ഇത് നിഷേധിക്കാൻ ഇവിടെ ഒരാൾക്കും സാധ്യമല്ല. ഇവിടെ ആർക്കും ഇതിൽ തർക്കമില്ല. ഞാൻ മരിക്കൂല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നിവിടെ ഒരാൾക്കും തർക്കിക്കാനും വരില്ല. എന്നാൽ ഈ സത്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്താ? മരണവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ വിശദീകരിക്കുന്ന ഏത് തഫ്സീർ നിങ്ങൾ വായിച്ചു നോക്കിയാലും, ആയത്തുകൾ വായിച്ചു നോക്കിയാലും ഉടൻ തന്നെ പറയുന്ന വാക്കാണ്, രണ്ടാമത് നിങ്ങളെ കൊണ്ടുവരപ്പെടും.
കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. സൂറത്ത് ആൽ ഇംറാൻ. എല്ലാവരും മരണം രുചിക്കും. ആ ആയത്ത് അങ്ങനെ അവസാനിപ്പിച്ചില്ല. എല്ലാവരും മരണം രുചിക്കും എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചില്ല. പിന്നെ പറഞ്ഞ വാക്കെന്താ? പിന്നീട് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. വഇന്നമാ തുവഫൗന ഉജൂറക്കും, അവർ ചെയ്തതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി കൊടുക്കും. യൗമൽ ഖിയാമ, ഒരു ഖിയാമത്ത് നാൾ. മരിച്ചു എന്നറിയുന്നതോടുകൂടെ പ്രിയപ്പെട്ട നമ്മളെ പിന്നീട് വേറെ ഒരു രൂപത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അതുവരെയും സുബൈർ എന്ന് വിളിച്ചിരുന്ന ഞാൻ ആ സമയം മുതൽ ഒരു മെസ്സേജാണ്, ഇന്നാളിനാൾ മരണപ്പെട്ടിരിക്കുന്നു, മയ്യത്ത് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. സുബൈർ ഹോസ്പിറ്റലിലാണെന്ന് ഇനി പറയില്ല. പിന്നെ നാട്ടിൽ നിന്ന് പട്ടാമ്പിയിൽ നിന്റെ ബന്ധുക്കൾ വിളിച്ചിട്ടും ചോദിക്കണത് സുബൈർ എവിടെയെന്ന ചോദ്യത്തിന് പിന്നെ പ്രസക്തി ഇല്ല. പിന്നെ ചോദിക്കലോല് ഇപ്പം മയ്യത്ത് എവിടെയുള്ളത്, എപ്പോഴാണ് ഇവിടെ എത്തുക, എന്തിന് ആ മയ്യത്തെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ എൻ്റെ മൂത്ത മകൻ 9ാം ക്ലാസ്സിൽ, രണ്ടാമത്തെ മകൻ 5ാം ക്ലാസ്സിൽ, മൂന്നാമത്തെ പെൺകുട്ടി 2ാം ക്ലാസ്സിൽ. ഇവരൊക്കെ പിന്നെ ചോദിക്കുന്ന ചോദ്യം എന്താണ്? പൊന്നുപ്പയെന്ന വിളിയും മക്കൾ മാറ്റുമേ, ഉടൻ മയ്യത്തെന്ന പേരു മാത്രമാകുമേ. മക്കൾ വന്നിട്ട്, നമ്മളെ മക്കൾ വന്നിട്ട് ചോദിക്കേ മയ്യത്ത് കുളിപ്പിക്കാൻ കഴിക്കണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം ആർക്കാണ് ഇവിടെ തർക്കിക്കാനുള്ളത്? അതുവരെയും എൻ്റെ 1500 സ്ക്വയർ ഫീറ്റ് വീടുള്ള എൻ്റെ വിശാലമായ വീട്ടിൽ നിന്ന് എന്നെ കൊണ്ടുപോയി 6 അടി മണ്ണിലേക്ക് മാറ്റുകയാണ്. അത്യാവശ്യം തരക്കടില്ലാത്തൊരു കാറിൽ യാത്ര പോയിരുന്ന ഞാൻ, എൻ്റെ ബന്ധുക്കൾക്ക് ഒരുപാട് വിലപ്പൊടിയ കാറുകളുണ്ട്, പക്ഷെ എന്നെ ചുമന്നൊരു മയ്യത്ത് കട്ടിൽ ചുമന്നുകൊണ്ട് പോവുകയാണ്. ആഴ്ചയിലും മാസങ്ങളിലും പ്രധാനപ്പെട്ട ദിനങ്ങളിലും നല്ല തരത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞു നടന്നിരുന്ന നമ്മൾ അന്ന് ഒരു മോഡലും നോക്കാത്ത, ഡിസൈന് നോക്കാത്ത 3 വെള്ള തുണിയിലേക്ക് പൊതിഞ്ഞു കൊണ്ടുപോവാണ്. എന്നിട്ട് കൊണ്ടുപോയി 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കാണ്. ആ ഇറക്കി വെച്ച് കബറിനകത്തേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പ് യത്ബഉൽ മയ്യിതു സലാസത്തുൻ, 3 കാര്യങ്ങൾ ഒരു മയ്യത്തിന്റെ കൂടെ കടന്നു പോകും. അഹ്ലുഹു, അവന്റെ കുടുംബക്കാരുണ്ടാകും. വമാലുഹു, അവന്റെ സമ്പത്താകുന്ന മക്കളും ശിഷ്യന്മാരും സുഹൃത്തുക്കൾ ആസ്ഥാനികരൊക്കെ ഉണ്ടാകും. വഅമലുഹു, അവന്റെ പ്രവർത്തനങ്ങൾ അവന്റെ കൂടെ പോകും. ഫയർജിഉ ഇസ്നാൻ, ആകെ 3 എണ്ണമാണെങ്കിൽ അതിൽ 2 എണ്ണം തിരിച്ച് നടക്കും. ആകെ 3 എണ്ണമാണ് പോവുക, അതിന് 2 എണ്ണം തിരിച്ചു വരും. ഫയബ്ഖാ അമലുഹു, ബന്ധുക്കളും പ്രവർത്തകരും എത്ര സ്നേഹമുണ്ട് എന്ന് പറയുകയാണെങ്കിലും അല്ലേ, ആകെപ്പോൾ പുളിക്കലങ്ങാടി നിന്ന് എന്തിനാ വിളിക്കുക, എന്നൊരു ഡേറ്റ് തരാൻ പറ്റിയ വെച്ചിട്ട് കലാസ് ഡേറ്റ് എന്ന് ഞാൻ ഇവിടുന്ന് പരിപാടി കഴിഞ്ഞ് പോയാൽ ഈ മനുഷ്യൻ എത്തിയോന്നും കൂടി ഒരു മനുഷ്യൻ അന്വേഷിക്കൂല. അള്ളാൻ്റെ തൗഫീഖ് കൊണ്ട് ആരും അങ്ങനെ വിളിക്കലില്ല. ശരി, ഇനി അപ്പോൾ നമ്മളെ ബന്ധം എന്താ? അത്രേ ഉള്ളൂ. അതിനപ്പുറത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, കുടുംബങ്ങൾ ഏറിക്കഴിഞ്ഞാൽ, ഒരു മരിച്ചാൽ 3 പിടി മണ്ണ് വാരിയിട്ട് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സൂൽ. ഇപ്പം തിരക്കുള്ളതുകൊണ്ട് പതിനൊന്നും ആർക്കും ഒഴിവില്ല. എല്ലാവരും കുടിയിൽ നിന്നിട്ട് സ്റ്റിക്കർ ഇട്ട് കഴിഞ്ഞ് അവസാനിച്ച് പോരുകയാണ്. അതിനൊന്നും ഇപ്പോൾ നേരം നമ്മൾ സമയം ആരും ആലോചിക്കാറില്ല. ആ മയ്യത്ത് നമസ്കരിക്കുന്ന സമയത്തേക്ക് അവിടെ എത്തിപ്പെടണം എന്ന് നമ്മൾ വേറെ എന്തൊക്കെ കല്യാണത്തിന് ലീവ് എടുക്കും, തക്കാരത്തിന് ലീവ് എടുക്കും, ഹൗസ് വാമിങ്ങിന് ലീവ് എടുക്കും. ഒരു പ്രിയപ്പെട്ടവൻ്റെ ജനാസക്ക് വേണ്ടി ഒരു ഹാഫ് ഡേ ലീവ് ചോദിക്കാത്തവരാണ് നമ്മളൊക്കെ. അതൊന്നും അത്ര പ്രാധാന്യം ഇല്ലയെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. ഏറിക്കഴിഞ്ഞാൽ 3 പടി മണ്ണ് വാരിയിട്ട് തസ്ബീഹ് നടത്തിയിട്ട് നമ്മളൊക്കെ തിരിച്ചു പോരും. ഒരു ഒട്ടകത്തിനെ അറുത്തതിൻ്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം വരെ തസ്ബീഹ് ചൊല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും തിരിച്ചു പോരും. പ്രിയപ്പെട്ട ഭാര്യമാരെ, ഇനി ഭർത്താവ് വരില്ല. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഇനി നമുക്ക് ഭാര്യയല്ല, കുട്ടികളില്ല, കുടുംബങ്ങളില്ല, ആരുമില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ആ കബറിനകത്ത് കൊണ്ടുപോയി കിടത്തി വെച്ച് തിരിച്ചു പോന്നാൽ നമ്മുടെ മുമ്പിലേക്ക് പിന്നീട് വരുന്നത് മാലാഖമാരാണ്, മലായിക്കത്തുകളാണ്. അവർ ചോദ്യം ചോദിക്കാനാണ് വരുന്നത്. നമ്മുടെ വിഷയവും അതാണ്. ഖബറിനകത്ത്
മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചിട്ട് ധാരാന്ന് അറിയുമോ, ഇങ്ങനെ ഒരു വ്യക്തിനെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതെൻ്റെ റസൂലാണ്, ഇതെൻ്റെ നേതാവായ മുഹമ്മദുർ റസൂലി, എൻ്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന് ആരും തുണയില്ലാത്ത ഖബറിനകത്ത് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞത്, ഖബറിനകത്തെ വിലപിടിപ്പുള്ള ആ 3 ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് 4മതൊരു ചോദ്യം കൂടെ അഡീഷണലായി ചോദിച്ച് അവസാനം അതിന് മറുപടി പറഞ്ഞാൽ ആ നിമിഷം മുതൽ പുളിക്കലങ്ങാടിയിലെ വിശാലമായ ഖബർസ്ഥാനിൽ കിടക്കുന്ന മനുഷ്യൻ പോലും സ്വർഗത്തിന്റെ അനുഭൂതികൾ അന്ന് രാവിലെയും വൈകുന്നേരവും അനുഭവിക്കാൻ തുടങ്ങും. മക്കത്തും മദീനയിലും മാത്രമല്ല, നമ്മുടെ അങ്ങാടിയിൽ, നമ്മുടെ ഖബർസ്ഥാനിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ, ഹദീസിൽ പറഞ്ഞത് സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ആകാശ ലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി ഒരു വിരിപ്പ് കൊടുത്തയക്കും, വിശിഷ്ടമായ ഒരു പേര് വിളിക്കും, അവനെ സ്വർഗത്തിൽ നിന്നുള്ള ഒരു ഹനൂത്ത് കൊടുത്തയക്കും, അവനെ പൊതിയാനൊരു പ്രത്യേകമായ കഫൻ പുടവ കൊടുത്തയക്കും, അതിലവനെ പൊതിയും. അവനോട് രാവിലെയും വൈകുന്നേരം സ്വർഗത്തിന്റെ പരിമളങ്ങനെ അടിച്ചു വീശും. അവൻ പറയും എത്ര, യാ റബ്ബി അജ്ജിൽ ഖിയാമസ്സാ, ഖിയാമനാളെന്നാകണേ എന്ന് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വഅബ്ശിർ ബിൽ ജന്ന, സ്വർഗമുണ്ട്, യാതൊരു വിഷമവും വിചാരിക്കണ്ട എന്ന് ഇടക്കിടക്ക് മലക്കുകൾ വന്നിട്ട് സന്തോഷിക്കൂ സന്തോഷിക്കൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഒരു ഉത്തരത്തിനു വേണ്ടി, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ട ആ മലായിക്കത്തുകളുടെ ചോദ്യത്തിന് മുമ്പിൽ പതറാതിരിക്കാൻ ഈ കിട്ടിയ ആയുസിന്റെ ഇടക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തണം. എത്ര ആയുസ്, എത്ര നടന്നാലും, നിങ്ങൾ ഏത് എക്സസൈസിന് പോയാലും, ഏത് ഗുളി കഴിച്ചാലും, എത്ര കൺട്രോൾ ചെയ്താലും, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70, 70ന്റെയും 60ന്റെയും ഇടക്കാണ് എൻ്റെ ഉമ്മത്തിന്റെ ആയുസ്. 50 കഴിഞ്ഞോല് ചിന്തിക്കണം, എൻ്റെ ആയുസിൻ്റെ 90% കഴിഞ്ഞു. 30 കഴിഞ്ഞോല് ചിന്തിക്കണം, പകുതി കഴിഞ്ഞു. 60 കഴിഞ്ഞവൻ ചിന്തിക്കണം, എനിക്ക് ഇനി കിട്ടുന്നതൊക്കെ ബോണസാണ്. ഇനി എന്നെ സിഗരറ്റ് വലിയിൽ കാണാൻ പാടില്ല. ഇനി എന്നെ അങ്ങാടിയിൽ വായ്നോക്കികളിൽ, തോന്നിവാസികളിൽ, കശപിശയുണ്ടാക്കുന്നവരിൽ, വേണ്ടാത്തരം പറയുന്നവരിൽ, തെറി പറയുന്നവരിൽ ഇനി ഉണ്ടാകാൻ പാടില്ല. വീട്ടിൽ, കുടുംബത്തിൽ വഴക്കുണ്ടാക്കുന്ന വൃദ്ധയായ പെണ്ണും അതുപോലെ തന്നെ വൃദ്ധനായ ഒരു മനുഷ്യനുമായി നമ്മൾ മാറാൻ പാടില്ല. ഒട്ടനേകം ദമ്പതിമാർ വയസ്സുകാലത്താണ് എല്ലാവിധ പ്രതിസന്ധികളും അനുഭവിക്കാറുള്ളത്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ എന്ന് അയാൾ ആഗ്രഹിക്കും, പോകാനൊരു മാർഗമില്ലാതെയായി പോകും. അവളെ അടുത്തേക്കൊന്ന് തൊട്ടാൽ അവളുടെ ഭർത്താവിനോട് വൃദ്ധയായ ആ ഉമ്മ പോലും പറയും, മനുഷ്യ വയസ്സയക്കുന്നു കേട്ടോ, ഒന്ന് കണ്ണു കറിഞ്ഞ് നടന്നോളിയും, അങ്ങനെ എൻ്റെ മേത്ത് തൊടാൻ നിൽക്കണ്ട. പിന്നെന്തിനാണൊരു ദാമ്പത്യം? ഏറ്റവും കൂടുതൽ അടുപ്പവും ബന്ധവും സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. ആ സന്ദർഭത്തിൽ പോലും ആട്ടി അകറ്റപ്പെടുന്ന എത്ര ദാമ്പത്യങ്ങളുണ്ട്. ഒരിക്കൽ ഒരു ജനാസയുണ്ടായ സമയത്ത് അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കുകയാണ്. 82 വയസ്സാണ് ഭർത്താവിൻ്റെ പ്രായം. ഭാര്യ ചോദിച്ചു, ഈ ജനാപത്തുകാരനായി മരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അവരുടെ ജനാസ കുളിപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതിൻ്റെ അർത്ഥം എന്താ? 82-ാം വയസ്സിലും ആ മനുഷ്യൻ തൻ്റെ ഭാര്യയോടുള്ള ബന്ധങ്ങൾ പാലിച്ചിരുന്നു എന്നാണ്. നമ്മളൊക്കെ 50 കഴിയുമ്പോഴത്തേന് ഒഴിവാക്കി, തൊടാൻ അനുവദിക്കാതെ, അടുപ്പിക്കാൻ അനുവദിക്കില്ല. ഉപ്പാക്ക് വേറെ റൂം ഉണ്ട്. നമ്മൾ വീടുണ്ടാക്കുമ്പോൾ പോലും ഉപ്പാക്ക് വേറെ റൂം, ഉമ്മാക്ക് വേറെ റൂം. ആരാണ് ഇത് സിസ്റ്റം ഉണ്ടാക്കിയത്? അവർ ഏറ്റവും ഒന്നിച്ച് നടക്കേണ്ടുന്ന, ഒന്നിച്ച് ജീവിക്കേണ്ടുന്ന ഒരു സമയമാണത്. ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനകത്ത് കൊണ്ടുപോയി വെച്ചാൽ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയണമെങ്കിൽ നമ്മളും പ്രവാചകനും തമ്മിൽ നല്ലൊരു ബന്ധം ആവശ്യമാണ്. അത് കൊല്ലത്തിൽ ഒരു റബീഉൽ അവ്വൽ ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ കുറച്ചൊരു കാര്യങ്ങൾ, ഒരു പ്രവാചക സ്നേഹത്തിന്റെ വഴതൊക്കെ കേട്ടാൽ തീരൂല. നമുക്ക് 24 മണിക്കൂറും ബന്ധമുണ്ടാകേണ്ടുന്നൊരു നേതാവ്. വർഷങ്ങളോ മാസങ്ങളോ നമുക്ക് കണക്കില്ല. നമ്മുടെ ഏത് മേഖലയും ബന്ധപ്പെട്ട് കിടക്കുക.
നമ്മുടെ ഫർദ് നമസ്കാരങ്ങൾ പോലും കടന്നു പോകുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇത് പറയാതെ നിസ്കരിക്കാൻ പറ്റുമോ? ഓരോ പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലി ശബ്ദങ്ങൾ മുഴങ്ങുമ്പോൾ 5 തവണയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്താണ് അതിൻ്റെ അർത്ഥം? എപ്പോഴും നമ്മളെ നിരന്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ പ്രവാചകന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെ എന്തൊക്കെ പറഞ്ഞാലും ആ നേതാവ് നമുക്ക് നൽകിയ മഹത്തായ ചില ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പ്രവാചകനോടും ചില ബാധ്യതകൾ നിർവഹിക്കാനുണ്ട്. ആരാണ് നമ്മുടെ ഹബീബ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ് ലൈസ മിൻ ഷൈഇൻ യുഖർരിബുകും മിനൽ ജന്നതി വയുബാഇദുകും മിനൻ നാർ. നിങ്ങളുടെ നേതാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതാ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിലേക്ക് നിങ്ങൾ അടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് തടഞ്ഞിട്ടുണ്ട്. എന്തൊരു സ്നേഹമാണത്! നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും തന്നിട്ടാണ് പോയത്. മരിക്കുന്നതിന്റെ മുമ്പ് ആയത്തിറങ്ങിയിട്ടുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ പൂർത്തിയാക്കി തന്നിട്ടാണ് പോണത്. ആ പ്രവാചകൻ നമ്മുടെ ജീവിതത്തിൽ ആരായി മാറണം? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. ആ പ്രവാചകൻ മുഅ്മിനീങ്ങളുടെ ഏറ്റവും ഔലയായി മാറണം. ഒന്നാമത്തെ പ്രാധാന്യമുള്ള വ്യക്തി നമ്മളെക്കാൾ. നമുക്കുണ്ടല്ലേ, നമ്മളെ കാര്യം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലത്തെ കാര്യം, എൻ്റെ കാര്യം കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടികളുടെ കാര്യം, അങ്ങനെ ഒന്നില്ല. നിങ്ങളെക്കാൾ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മുഅ്മിനീങ്ങളെ ആ നബിനെ കുറിച്ചായിരിക്കണം. വഅസ്വാജുഹു ഉമ്മഹാതുഹും, ആ പ്രവാചകന്റെ ഭാര്യമാർ നിങ്ങളുടെ എല്ലാവരുടെയും ഉമ്മമാരായിരിക്കും. നമുക്ക് വേറൊരാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഭാര്യമാരെ വിവാഹം കഴിക്കാൻ പറ്റൂല. നമുക്കൊക്കെ എന്താ പറയാ? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെയൊക്കെ ഉമ്മമാരാ. താൻ കൊടുക്കണ്ടോ? ഈ പള്ളിയിൽ വാങ്ങിട്ട് കേൾക്കുമോ? അപ്പോൾ അവിടെയാണ് ഉമ്മമാരായിക്കൊണ്ട് നമ്മുടെ ആ പ്രവാചകന്റെ, അല്ലെ, വേറെ ആരുടെയെങ്കിലും ഭാര്യമാർ മരിച്ചാൽ അങ്ങനെ നമുക്ക് സ്ഥാനമില്ലല്ലോ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ്. കോടാനുകോടി മനുഷ്യരുടെ കൂട്ടത്തില്ലേ, മനുഷ്യന്മാരെ തന്നെ അള്ളാഹ് പ്രത്യേകം സെലക്ട് ചെയ്തിക്കുക. ആ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആക്കിയ ആൾക്കാരാ പ്രവാചകന്മാർ. വഇന്നഹും ഇൻദനാ ലമിനൽ മുസ്തഫീനൽ അഖ്യാർ. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ലവരായ ചിലരെ നാം പ്രവാചകന്മാരായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ പ്രവാചകന്മാരിൽ ഉലുൽ അസ്മുമാരുണ്ട്. 25 നബിമാര് ഖുർആനിലുണ്ട്. ഉലുൽ അസ്മിന്റെ 5 പ്രവാചകന്മാരുണ്ട്. അവരിലും ശ്രേഷ്ഠനാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞ എല്ലാ പ്രവാചകന്മാരിലേക്കാളും അഷ്റഫാക്കപ്പെട്ട, നാളെ സ്വർഗത്തിലെ കവാടം തുറന്ന് ആദ്യമായി വാതിൽ തുറന്ന് പ്രവേശിക്കുന്നത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ഈ ലോകത്ത് അവസാനം ജീവിക്കുന്നത് എൻ്റെ ഉമ്മത്തായിരിക്കും. ആദ്യം ഉയർത്തെഴുന്നേൽപ്പ് നടത്തുന്നത് എൻ്റെ ഉമ്മത്തിനെയായിരിക്കും. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമകൾ, ബാധ്യതകളെക്കുറിച്ച് ബോധ്യമുണ്ടാകുന്നു. ആ പ്രവാചകൻ ലോകത്ത് അള്ളാഹ് തെരഞ്ഞെടുത്തതാണ്. സ്വയം ആരും പ്രവാചകന്മാരാകുന്നതല്ല, അള്ളാഹു സെലക്ട് ചെയ്യാൻ. അപൂർവ അവസരങ്ങളാണ് പ്രവാചകൻ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അനുയായികളുള്ള പ്രവാചകനായി നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരപ്പെടും.
ഹൗദുൽ കൗസർ എന്ന ഏറ്റവും മനോഹരമായ അതിവിശിഷ്ടമായ ആ പാനീയം വാരിക്കോരി കൊടുക്കാനുള്ള ചാൻസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. നിരവധി അനവധി മലയാള ഖുത്ബകളും വിജ്ഞാന വേദിയിലും ക്ലാസ്സുകളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കിടയിൽ ആവർത്തന വിരസതയ്ക്ക് വേണ്ടി ഞാൻ ആ വിഷയം കൂടുതലായി പറയണില്ല. ഒരു പ്രവാചകനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ബാധ്യത ആ നബിനെ വിശ്വസിക്കുക എന്നുള്ളത്. ആ ഒരു പ്രവാചകനെ നമുക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടല്ലോ. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? വിശ്വാസമുണ്ട് അല്ലേ? ആമിനു ബില്ലാഹി വറസൂലിഹി. നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ വറസൂലിഹി, റസൂലിനെയും വിശ്വസിക്കണം. വഅതീഉല്ലാഹ വഅതീഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെയും അനുസരിക്കണം. ഒന്നാമത്തെ ബാധ്യത പ്രവാചകനെ വിശ്വസിക്കുക എന്നതാണ്. എന്ത് വിശ്വസിക്കണം? അവസാനത്തെ പ്രവാചകനാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാ ഗുണങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ലോകത്തിന് മാതൃകയായി അവതരിപ്പിച്ച ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്കെല്ലാവർക്കും ഉത്തമമായ മാതൃകയുണ്ട് ആ പ്രവാചകനിൽ. ആർക്കൊക്കെ? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന പ്രതീക്ഷയർപ്പിക്കുന്ന ആളുകൾക്ക്. വദക്കറല്ലാഹ കസീറ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്ക് മാതൃകയുണ്ട്. ഇന്ന് ആ വിശ്വാസരംഗത്ത് ഒരുപാട് അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് എന്തൊക്കെയോ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നതിന് പകരം രണ്ടാമത്തെ നമ്മുടെ ബാധ്യതയാണ് അസ്ദിഖു ബിഹി, പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുക എന്ന ഗുണം. അത് നമ്മുടെ നാട്ടിൽ ഇന്ന് കുറഞ്ഞു വരിക. അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളെ സത്യമാണെന്ന് അംഗീകരിക്കുക. എന്തിനത് അംഗീകരിക്കേണ്ട ആവശ്യം? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹീന്റെ അടിസ്ഥാനത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്. അത് സത്യമാണ്. അതുകൊണ്ടാണ് ഇസ്രാ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ മക്കക്കാർക്ക്, അത് മുഅ്മിനീങ്ങൾക്ക് പോലും ചിലക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? എത്ര ദൂരമൊക്കെ എത്ര പെട്ടെന്ന് പോയി വരുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന എൻ്റെ ചങ്ങാതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ പറഞ്ഞിട്ടുണ്ട്. ഫഇന്നീ ലഉസദ്ദിഖ്, എങ്കിൽ ഞാനത് സത്യപ്പെടുത്തി അംഗീകരിക്കും. ഇന്ന് നമ്മുടെ നാട്ടിൽ 2-3 ശല്യങ്ങളാണെന്നുള്ളത്. നിങ്ങളിത് പുളിക്കലങ്ങാടിയിൽ പ്രത്യേകം പറയണമെന്ന് എനിക്ക് തോന്നിയതാണ്. ഒന്ന്, ഇസ്ലാമിനകത്ത് നിന്ന്, മുസ്ലിം സമുദായത്തിനകത്ത് നിന്ന് നബിതങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളെ പലതും നിഷേധിക്കുക. അങ്ങനെ എന്തായാലും ഉണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ ഉംറക്ക് പോയ സമയത്ത് ഒരാളിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദിന് സംസം വേണോ എന്ന് ചോദിച്ചു. സാധാരണ നമ്മളോട് ഒന്നുകൂടി ഇങ്ങോട്ട് കിട്ടുമോന്നല്ലേ ചോദിക്കൽ. ഈ മനുഷ്യൻ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് അങ്ങോട്ട് വേണോ എന്ന് ചോദിച്ചു. അപ്പം നമ്മൾ കിട്ടുകയാണെങ്കിൽ രണ്ടെണ്ണം കിട്ടണം, എന്തെങ്കിലും വല്ല വഴിയുണ്ടോ ചോദിച്ചു. എനിക്ക് വേണ്ട, നിങ്ങൾ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളി. എനിക്ക് സംസമേ വേണ്ട, നിങ്ങൾ കൊണ്ടുപോയിക്കോളി. ഒരു വലിയ കേന 5-ൻ്റെ മൂപ്പര് നാട്ടിൽ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ മൂപ്പര വക സമ്മാനമായിട്ട്. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ വേണ്ടേ? ഇല്ല, വീട്ടിൽ കാണാൻ വരുന്ന ആൾക്കാരൊക്കെ വേണ്ടേ? അല്ലേ, ഖത്തീബ് പറഞ്ഞിരുന്നു അതൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ല, വെറുതെ കയറ്റിക്കൊണ്ടിരണ്ടെന്ന് ഞങ്ങൾ ഉസ്താദ് പറഞ്ഞിരുന്നു. ഉസ്താദിൻ്റെ പള്ളി അന്വേഷിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടി. അതായത് സംസം ഒന്നും അങ്ങനെ കുടിച്ച് അങ്ങനെ കൊടുക്കണ ഒന്നല്ല, അതിലൊന്നും വലിയ കാര്യമില്ലാന്ന് ഉംറക്ക് പോണവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കണം. മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ എന്നാലോചിച്ച് നോക്കി. ഇത് എന്തെങ്കിലും ഒരു പിളർപ്പിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആദർശ പ്രശ്നം വന്നപ്പോൾ പറഞ്ഞുണ്ടാക്കിയതല്ല, നമ്മുടെ നേർ അനുഭവമാണ് ഈ പറയുന്നത്. താടി ക്ലിയറായി എന്നെക്കാൾ സമൃദ്ധമായി താടി ഉണ്ടായിരുന്ന ഖത്തീബുമാരെപ്പം ഇങ്ങനെ കാണും, ക്ലീൻ ഷേവ് അടിച്ചിട്ട് വ്യാഴാഴ്ച ബാർബർ ഷോപ്പ് പോയിട്ട് മൂപ്പര് വടിച്ച് കളഞ്ഞിട്ട് വെള്ളിയാഴ്ച രാവിലെ മെമ്പർമ പോവും. വെള്ളിയാഴ്ച രാവിലെ മൂപ്പര് മെമ്പർമുണ്ടാവും. ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും പച്ചയായ ഒരു നിഷേധം നടന്നിട്ട് ആ മുമ്പിലിരിക്കണവർക്കും ആ കമ്മിറ്റിക്കാർക്കൊന്നും എന്താ പ്രശ്നമില്ലാത്ത സുന്നത്ത് അതൊന്നും വലിയൊരു കാര്യമല്ല എന്ന തോന്നൽ ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഖുർആനും ശരിയാണ്,
ഇപ്പോഴുള്ള തൗറാത്തും ശരിയാണ്, ഇഞ്ചീലും ശരിയാണ്, ഹൈന്ദവ ഗ്രന്ഥങ്ങളും ശരിയാണ്, മൊത്തം ശരിയാണ്. അത് പറയാനാണ് CH മുസ്തഫ എന്ന് പറഞ്ഞൊരു ചങ്ങായി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഷെറ് ചില്ലറല്ല. എന്തൊക്കെയാണ് അയാൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വായിച്ചു നോക്കി. ഞങ്ങളോട് പറയാറുണ്ട്, പഠിക്കാൻ വേണ്ടി പോലും നിങ്ങൾ കേൾക്കണ്ടെന്നാ പറയാ. അത് നമ്മൾ നബിനെ കുറിച്ച് പറയുന്ന പല കാര്യങ്ങളും നമുക്കൊരു പഠനത്തിൻ്റെ ഭാഗമായി നമുക്ക് ആവശ്യമാണ്. കാരണം ജനങ്ങളോട് തിരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കേൾക്കുമ്പോൾ ഓരോ പ്രഭാഷണത്തിലും ഇദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളാണ്. ചേകനൂരിനെ തോൽപ്പിക്കുന്ന വിമർശനങ്ങളാണ്. മാത്രമല്ല ഇയാളുടെ ക്ലാസ്സുകളുടെ ടൈറ്റിൽ എന്താണെന്നറിയോ? ഖുർആൻ ക്ലാസ്. ഖുർആൻ ക്ലാസ് എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിനെ ശക്തമായി വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. സർവ്വമത സത്യവാദം ഇയാൾ കൊണ്ടുവന്നിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു വിഭാഗം ഞങ്ങൾ ഇസ്ലാം അല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ സംസാരിക്കുന്നത്. അവർ യുക്തിവാദികളാണ്, എക്സ് മുസ്ലിങ്ങളാണ്, ജബ്ബാർ മാഷും ടീമുമാണ്. ഓലിപ്പങ്ങനെ വല്ലാതെ കണ്ട് ജബ്ബാർ മാഷ ഒരു സംവാദം കഴിഞ്ഞതിന് ശേഷം വല്ലാതെ ക്ഷീണിതനാണ്. നല്ല ആരോഗ്യ പ്രശ്നങ്ങൾ വല്ലാതെ ഉണ്ടാവും. അങ്ങനത്തെ സാധനം കൊടുത്തുള്ളത്, തലക്ക കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ സംവാദത്തിന് ശേഷം ഒരു വല്ലാതെ പൊന്തി വന്നിട്ടില്ല. ഇപ്പോഴും മൂപ്പര് പ്രഭാഷണം ഉണ്ട് ഇടക്കിടക്ക്. അതിൻ്റെ തലക്കെട്ട് എന്താ അറിയോ? ഖുർആൻ ക്ലാസ് ഭാഗം 1, ഖുർആൻ ക്ലാസ് ഭാഗം 2. കേൾക്കുമ്പോൾ എന്താ ബാക്കിൽ ഈ ഒന്നും അറിയാത്ത ഒരു വിജ്ഞാനവേദിക്കും പോകില്ല, ഒരു ക്ലാസ്സും കേൾക്കാത്തവൻ ഇത് കേട്ടിട്ട് എന്താ പറയാ? ഭയങ്കര ലൈക്കടിക്കലട്ടെ. അതിൻ്റെ താണ്ടാവും നിങ്ങളെപ്പോലുള്ള ആളുകളാണ് സമൂഹത്തിന് ആവശ്യം. സാറ് എവിടെയായിരുന്നു? നിങ്ങളുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ കൊതിയായി. ആരാ? ഫാത്തിമ സൻഹ, ഖദീജ ഉമ്മ, ഷരീഫ കബീറ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കമൻ്റ് ഇങ്ങനെ വരുന്നതാണ്. ഒന്നും പഠിക്കാത്തൊരു കോമ്. നമ്മുടെ നബിനെയാണ് ഈ പരിഹസിക്കണത് എന്ന് തിരിച്ചറിയാത്ത ഒരു തലമുറ. ഇവിടെ നബിൻ്റെ വിവാഹങ്ങളെ കളിയാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല സമ്പ്രദായങ്ങൾ തൊലാഖുമായി ബന്ധപ്പെട്ട് നബി പഠിപ്പിച്ച ആദാബുകളെ വിമർശിക്കുക. പല ഇസ്ലാമിക വിഷയങ്ങളെയും വളരെ മോശമായി അവതരിപ്പിക്കുക. ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുമതലയും ഉത്തരവാദിത്വങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതൊരു കാലഘട്ടത്തിലും ഏതൊരു ജനതയുടെ മുമ്പിലായി കൊണ്ട് പ്രവാചകന്മാർ കടന്നുപോയാലും كذلك ما أتى الذين من قبلهم من رسول إلا قالوا ساحر أو مجنون. സൂറത്തു ദാരിയാത്തിന്റെ 52-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാ, ഏതൊരു നബിമാരിലേക്കും നബിമാർക്ക് സന്ദേശം കൊടുത്ത് ജനങ്ങളോട് പോയി അവർ സംസാരിച്ചാൽ, നബിയെ നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന റസൂലുമാരോടും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇല്ലാ ഖാലു, അവർ പറയുമായിരുന്നു, സാഹിറുൻ ഔ മജ്നൂൻ, ഈ പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്, ഈ പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തിക്ക് സിഹർ ബാധിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഇയാൾ പറയണതൊന്നും നമ്മൾ അംഗീകരിക്കണ്ടെന്ന് എല്ലാ കൗമിലും ആളുകൾ പറഞ്ഞു നടന്നിട്ടുണ്ട്. ഇത് വിമർശകരെ പറ്റിയാ. ഖുർആൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. നബിയെ ചോദിക്ക, നിങ്ങൾ അല്ലാഹനെയും റസൂലിനെയും അല്ലാഹന്റെ ദൃഷ്ടാന്തങ്ങളെയും ഇങ്ങനെ പരിഹസിച്ച് കളിയാക്കി നടക്കുകയാണോ? മറുപടി, ലാ തഅ്തദിറൂ, നിങ്ങൾക്ക് ഒരു മാപ്പുമില്ല, നിങ്ങൾക്കൊരു വിട്ടുവീഴ്ചയുമില്ല, നിങ്ങൾക്ക് ഒരു ഒഴിവ് കഴിവും തരൂല. ഖദ് കഫർതും, നിങ്ങൾ കാഫിറായിരിക്കുന്നു, ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിനു ശേഷം. നബിനെ പരിഹസിച്ച് നടന്നു, പിന്നെ പേരെഴുതി ഒട്ടിക്കേണ്ട ആവശ്യമില്ല, അവൻ കാഫിറായി മാറിയിരിക്കുന്നു. നമ്മുടെ എത്രയോ ചെറുപ്പക്കാർ ബാംഗ്ലൂരും മദ്രാസിലും അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് പഠിക്കാൻ പോയിട്ട് അവസാനം എന്തായിരിക്കും ഉണ്ടാവുക? തിരിച്ചു വരുന്ന സമയത്ത് പിന്നെ മുമ്പ് നിസ്കാരവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നടക്കുന്നുണ്ടാവും. എന്തൊരു അല്ലേ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ പഠിപ്പ് കൂടിയോണ്ട് ഉണ്ടാകുന്ന ഓരോ അവസ്ഥ. സഹോദരങ്ങൾ, ഇൻഷാ അല്ലാഹ് സാധാരണ പള്ളിയിൽ 8:12 ജമാഅത്ത്. ഇന്ന് നമ്മൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇഷ ആയതുകൊണ്ട് കുറച്ച് നീട്ടി വെക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. ഒന്നിച്ച് കഴിഞ്ഞ് 9 മണിയൊക്കെ സമയമാകുമ്പോൾ അവസാനിപ്പിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരുമിച്ച് ജമാഅത്തായിട്ട് നമസ്കരിച്ച് പിരിയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ പ്രവാചകനെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ഇത് ഇന്ന് തുടങ്ങിയതാണോ? അബൂലഹബ് ചെയ്തു, ഉമ്മു ജമീൽ വയ്ക്കണ പോലെ ചെയ്തു. അബൂജാഹിൽ ചെയ്ത ഉപദ്രവങ്ങൾ ചില്ലറല്ല. എത്രയെത്ര മാർഗങ്ങളിലൂടെ എന്നും എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. ഇന്ന് പുതിയ പുതിയ ആളുകൾ അവരെ കൊണ്ട് കഴിയുന്നത് പോലെയുള്ള ഓരോ സന്ദർഭങ്ങളിലും ഈ സംഭവങ്ങൾ അവർക്ക് കിട്ടാവുന്ന ചാൻസിൽ അവർ പരിഹസിച്ചു കൊണ്ടിരിക്കുക.
പലരും അതിനു വേണ്ടി പല ശ്രമങ്ങളും നടത്തി. ഡെൻമാർക്കിൽ ഒരു കാർട്ടൂൺ ഉണ്ടാക്കിയിട്ട് നബി തങ്ങളെ മോശക്കാരനായി ചിത്രീകരിച്ചു. അന്ന് കുറേ നമ്മൾ ഒരുപാട് ക്യാമ്പയിനൊക്കെ നടത്തി. അത് കഴിഞ്ഞിട്ട് തസ്ലീമ നസ്റിൻ എന്ന പേരുള്ള എഴുത്തുകാരി പച്ചയായി മലയാളത്തിൽ എന്തൊക്കെ വിമർശനങ്ങൾ വന്നു നബിനെ കുറിച്ച്. കേരളത്തിൽ ഇറങ്ങിയ ചില ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഉള്ളിൽ വരെ ഈ സാധനം വരാൻ തുടങ്ങി. നമ്മളെ കേരളത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ മെസ്സിൻ്റെയും റൊണാൾഡോൻ്റെയും സുരേഷ് ഗോപിൻ്റെയും സ്റ്റാറ്റസ് ഇട്ട് ഇങ്ങനെ നടന്നാൽ എന്താണ് നമ്മുടെ പ്രവാചകനെ പറ്റി പറഞ്ഞിട്ട് ഞമ്മക്കൊന്നൊരു മിണ്ടാട്ടില്ലാത്തത്? എന്തൊക്കെ വിമർശനങ്ങളാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീലമ്പടനാണെന്ന് നഊദു ബില്ലാ. ഈ ചങ്ങായിമാർ കിട്ടണ ചാൻസിലൊക്കെ ആരിഫ് ഹുസൈൻ, ലിയാഖത്ത് അലി പോലെയുള്ള യാതൊരു കവായിദ്യം പാലിക്കാത്ത മനുഷ്യന്മാർ എന്തൊക്കെയാ പറയണത്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങൾ എങ്ങനെ ഇങ്ങനെ ഇളക്കി പറിച്ച് ആയിഷ ബീവിന്റെ വിവാഹത്തെക്കുറിച്ച് ഇല്ലേ, സ്ത്രീലമ്പടനാണെന്ന് നഊദു ബില്ലാ ഇവർ പറയുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് നബി തങ്ങളുടെ ഒന്നാമത്തെ കല്യാണം എന്തായിരുന്നു? 2 വിവാഹങ്ങൾ കഴിഞ്ഞിട്ട് മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഭർത്താവിനെ സ്വീകരിച്ച ആളാണ് ഖദീജ ബീവി. ഫസ്റ്റത്തെ കല്യാണം. എൻ്റെ മക്കത്ത് വേറെ പെണ്ണുങ്ങളുണ്ടെന്നില്ലേ ചോദിച്ചാൽ കിട്ടൂലായിരുന്നോ? അങ്ങനെ ഒന്നല്ല. എന്ന് മാത്രമല്ല, മുഴുവൻ വിവാഹങ്ങളും വിധവകളെയായിരുന്നു. ഒറ്റ ഭാര്യ മാത്രമേ കന്യകയായിട്ടുണ്ടായിരുന്നുള്ളൂ, ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിക്ക് പരാതി ഉണ്ടായിരുന്നോ? ഇല്ല. ആയിഷ ബീവിന്റെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പരാതി ഉണ്ടായിരുന്നു. ഒരു മോശം സ്ത്രീ വിരുദ്ധത എന്തെങ്കിലും കാണിച്ചു എന്നുള്ള പരാമർശം ഇല്ല. അന്നു ജീവിച്ച അബൂലഹബിനും അബൂജഹലിനും അഭിപ്രായമില്ല. ഒരു പല ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീ തൽപരക്കാരനാണ് എന്ന വാദം ശത്രുക്കൾ പോലും അന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് അത് പറഞ്ഞ് നടക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ കേൾക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിങ്ങളും ഒക്കെ ഫുള്ള് യുദ്ധക്കൊതിയന്മാരാണ്. ഇത് ഞാൻ നിങ്ങൾ പറഞ്ഞെന്തറിയോ, നമ്മുടെ ഫോണും നമ്മുടെ വാട്സപ്പും ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നല്ല നെറ്റിന് പൈസയും കൊടുക്കുന്നുണ്ട്. എല്ലാ റീൽസും തോണ്ടി ഇരുന്ന് എവിടേക്കാണ് നമ്മൾ എത്തുകയെന്നറിയില്ല. നമ്മുടെ ഫോണിൽ നിന്ന് ഇതിനൊക്കെയുള്ള മറുപടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമുക്ക് പറയാൻ വയ്യെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് വീഡിയോകൾ കിട്ടും, പോസ്റ്ററുകൾ കിട്ടും. ഇത് നമ്മൾ ഇതിനൊന്നും സന്നദ്ധരെങ്കിൽ നമ്മൾ എന്ത് സ്നേഹമാണ് കാണിച്ചിട്ടുള്ളത്? യുദ്ധക്കൊതിയന്മാരാണ് മുസ്ലിമീങ്ങളും പ്രവാചകനും എന്ന് വാദിക്കുന്നവർക്ക് തെളിവ് തരാം. ഒറ്റ മിനിറ്റുകളൊന്ന് കേൾക്കും. ഒറ്റ തെളിവ് മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കാലഘട്ടത്തിലും ഖലീഫമാരുടെ കാലഘട്ടത്തിലും 81ഓളം യുദ്ധങ്ങൾ കടന്നുപോയി. ആ യുദ്ധത്തിൽ ആകെ മരണപ്പെട്ടിരിക്കുന്നത് 1018 പേരാണ്. ആകെ മരിച്ചത് 1018 ആള്. മോശമൊന്നുമല്ല, അത് നന്നായി, ഇതൊന്നും അഭിപ്രായമൊന്നുമില്ല, ആയിക്കോട്ടെ. മരണം അതിൽ തന്നെ മുസ്ലിമീങ്ങളാണ് 259 ആൾക്കാർ. അമുസ്ലിങ്ങൾ മരണപ്പെട്ടത് വെറും 759 ആളുകളാണ്. എന്നാൽ ഞങ്ങൾ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വാഹകരാണ് എന്ന് പറയുന്ന സിയോണിസ്റ്റുകളും അപ്പുറത്തുള്ള ശത്രുക്കളുടെയും വേട്ട. റഷ്യൻ വിപ്ലവം കഴിഞ്ഞു കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇന്ന് യൂട്യൂബിലും സെർച്ച് ചെയ്താൽ റഷ്യൻ വിപ്ലവം എന്തൊരു ക്രൂരതയാണെന്നറിയോ? 1 കോടി മനുഷ്യന്മാരാണ് ആ ഒറ്റ യുദ്ധത്തിൽ കൊന്നത്. എന്നിട്ട് ഓല് പറയണേ, നിങ്ങൾ ഭയങ്കര യുദ്ധക്കൊതിയന്മാരാട്ടോ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഹിരോഷിമയിൽ എത്ര മനുഷ്യന്മാരെ കൊന്നൊടുക്കിയത്? 1,30,000 ആളുകളെ. ഞാനിപ്പോൾ ഇതിൻ്റെ വായനയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചതാ. 1,30,000 ആളുകൾ ഹിരോഷിമയിൽ മാത്രം, ഒരു ചെറിയ നഗരത്തിൽ. നാഗസാക്കിയിൽ മരണപ്പെട്ടത് 75,000 ആളുകൾ. വിയറ്റ്നാമിൽ യുദ്ധാവശ്യാർത്ഥം മരണപ്പെട്ടത് 40 ലക്ഷം മനുഷ്യർ. ഫലസ്തീനിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ നെഞ്ചകം പിളർത്തി പിഞ്ചുബാല്യങ്ങളെ കൊന്നൊടുക്കുന്ന സിയോണിസ്റ്റുകൾ 70,000-ൻ്റെയും 80,000-ൻ്റെയും മേലെ കൊന്നൊടുക്കിയവർ നമ്മളെ നോക്കി പറയാണ്, നിങ്ങളൊക്കെ ഫുള്ള് യുദ്ധക്കൊതിയന്മാരാണ്. എന്നിട്ട് നമുക്ക് ആർക്കെങ്കിലും തിരിച്ചു പറഞ്ഞോ? നമ്മൾ എന്തെങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഈ വിമർശനങ്ങൾ കേട്ടാൽ ഇത് ഉസ്താദുമാർക്ക് മാത്രം പൊള്ളുന്നതാണോ? നമ്മളമ്മാനെ, നമ്മളെ വാപ്പാനെ ഈ പുളിക്കൽ അങ്ങാടിയിലിട്ട് വഷളാക്കി നിങ്ങളൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമോ? അന്നും നിങ്ങൾ സ്റ്റാറ്റസിലൊന്നുമില്ല, റീല് നോക്കി ഇങ്ങനെ അന്നും ഇങ്ങനെ ഇരിക്കുമോ? ഇല്ല, നമ്മൾ ഉണരണം. ഇല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനാവശ്യമായ വിമർശനങ്ങൾ ആരും കൈവെട്ടണമെന്നും കാലുവെട്ടണമെന്നൊന്നുമല്ല ഇതിൻ്റെ അർത്ഥം. വിമർശിക്കുന്നവർക്ക് വ്യക്തമായ ഇസ്ലാമിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം.
മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതയിൽ പ്രവാചകനെ അനുസരിക്കുക എന്നത് ശക്തമായ ബാധ്യതയാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. ആ പ്രവാചകൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന നന്മകളൊക്കെ നിങ്ങൾ സ്വീകരിക്കണം. ആ നബി നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങൾ നിരോധിച്ചോ അതെല്ലാം നിങ്ങൾ ഒഴിവാക്കണം. പലിശ നിരോധിച്ചു, ഇനി നമുക്ക് പലിശയുമായി ബന്ധപ്പെടാൻ ന്യായീകരണമില്ല. നിങ്ങൾ എന്ത് ഫത്വ ചോദിച്ചാലും പലിശക്ക് ന്യായീകരിക്കാൻ വഴിയില്ല. ഓടുത്തല്ലോ, സെക്രട്ടറി എടുത്തിട്ടുണ്ടല്ലോ, മറ്റേ മൗലവി എടുത്തിട്ടുണ്ടല്ലോ, ഇതൊന്നും കാരണമല്ല. നമുക്കതിന് വഴിയില്ല. ഖംറ്, മദ്യം, ലഹരി, കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയും ഹറാമാക്കിയിട്ടുണ്ട്. ഇതിനൊന്നും ആരും ഒന്നും ചോദിച്ചു നടക്കണ്ട. സിഗരറ്റായ കുഴപ്പമില്ല, കഞ്ചാവായാലേ കുഴപ്പമുള്ളൂ, കഞ്ചാവായാലും കുഴപ്പമില്ല, MDM ആയാലും കുഴപ്പമുള്ളൂ. ഓരോരുത്തരും അവനവൻ്റെ ബ്രാൻഡ് നോക്കിയിട്ട് ഹലാലും ഹറാമും പറ്റൂല. കുല്ലു മുസ്കിരിൻ ഹറാം. സിഗരറ്റ് വലിച്ച് നടക്കണ ആരെങ്കിലും ഉണ്ടിച്ചെങ്കിൽ നിങ്ങൾ ഫത്വക്ക് നടക്കണ്ട, ഹറാമാണ്. പണ്ട് കാലത്ത് ഉസ്താദ്മാർ വലിച്ചിരുന്നു, ഓലത് അത്ര ഗൗരവമായിട്ട് കാണാത്തതുകൊണ്ടായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ കൃത്യമായി പറയാം. ഒരു വേള ചില പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെ സിഗരറ്റും ലഹരിയും വലിച്ചും മരിക്കുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തതിന് സമാനമാണ്. എന്തേ? ഇത് വലിച്ചാൽ കിഡ്നി പോകും, കഴുത്ത്, ശരീരത്തിൻ്റെ അവയവങ്ങൾ പോകുന്നു അറിഞ്ഞിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഏകദേശം ഈ കുറ്റത്തിനോട് സമാനമാണ്. സ്വന്തം കൈ നാശത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. അയാളുടെ ഭാര്യയോടും മക്കളോടും ചെയ്യുന്നത് കൊല്ലാക്കൊലയാണ് അല്ലേ? ഇരുന്ന് വലിച്ചു വിടുമ്പോൾ അയാളിങ്ങനെക്കായി അയാളെ മക്കളും കുടുംബവും ഇതിൻ്റെ ദുർഗന്ധം ആസ്വദിക്കുകയാണ്. അയാളുടെ ചുണ്ടുകൾ കൊണ്ട് എങ്ങനെയാണ് അയാളുടെ ഭാര്യയുമായിട്ടൊരു നല്ല ചുംബനം പോലും നടക്കുമോ? എന്തൊരു ക്രൂരതയാണ് ഈ മനുഷ്യന്മാർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ്, പ്രവാചകനെ സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ നബിനോടുള്ള ബാധ്യത പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, നബി പാടില്ല എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും തടയാൻ ശ്രമിക്കുന്നവരും ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവരുമാകണം. നമ്മുടെ കുടുംബത്തിൽ, കച്ചവടത്തിൽ, ജോലിയിൽ, കല്യാണങ്ങളിൽ, വീട് നിർമ്മാണത്തിൽ, എല്ലായിടത്തും ആ പ്രവാചകനെ അനുസരിക്കുന്നവരായി മാറണം. വിവാഹ കുത്തുബകൾക്ക് വേണ്ടി വിളിക്കുമ്പോൾ മുജാഹിദീങ്ങളായാലും സലഫികളായാലും നമ്മളെ കൗമായാലും ഞാൻ ചോദിക്കും, നമുക്കൊക്കെ വരാൻ പറ്റിയ വല്ലതും ആണോ എന്ന് ആദ്യം ചോദിക്കും. അന്ന് പേടിയാണ്. ഇപ്പം എല്ലാവരും പേടിയാണ്. ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചൻ്റെ അതേ അവസ്ഥയാണ്. പച്ചവെള്ളം കണ്ടാലും പേടിയാകുകയാണ്. 2-3 കല്യാണങ്ങൾക്ക് പോയിട്ട് തല പൊത്തിപ്പിടിച്ചിട്ട് ഇറങ്ങി പോരേണ്ട കൗമിൻ്റെ അവസ്ഥയ്ക്ക് എത്തി. നമ്മൾ ഇറങ്ങിപ്പോരണു, അവിടെ അമ്മായിമാൻ്റെ ഡാൻസ്. വല്ലാത്ത ഒരു നാണം കെട്ട് പോരുക. അതുവരെ പറന്നിട്ട് ഖുറാൻ ക്ലാസ്സിന് പോയിരുന്ന പെണ്ണ് അന്നിട്ട് സാരിയൊക്കെ ചുറ്റിയിട്ട് ആകെ മേക്കപ്പ് ഇട്ട് വരുന്നു. എങ്ങനെ ഇപ്പോൾ നമ്മളെ സംഘാടകയാണെന്ന് എങ്ങനെ വേറൊരാളോട് പറയാൻ പറ്റാത്ത അവസ്ഥ. എന്തേ കാരണം പറഞ്ഞറിയോ? കല്യാണമാണ്. ആരല്യാണം? വീട്ടിലത്തെ കല്യാണമാണ്. അപ്പോൾ എല്ലാം പറ്റുന്നു. തലേന്ന് മൈലാഞ്ചിണ്ട്, പാട്ടുണ്ട്, രാവിലെ അതിൻ്റെ പരിപാടികളെല്ലാം, മേക്കപ്പ്, എല്ലാവർക്കും മേക്കപ്പ്. ഇതിനെല്ലാവരും ന്യായീകരണം പറയുന്നതോ എല്ലാവരും ചെയ്യുന്നുണ്ട്, പിന്നെ ഞങ്ങളെന്തിനാ? എന്നാൽ പിന്നെ ഖത്തീബിനെയും പ്രസംഗത്തിനൊന്നും വിളിക്കരുത്, നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ അതേപോലെ നമ്മളിനാണ് ചെയ്താൽ മതി. ആ മനുഷ്യന്മാരെ വെറുതെ കഷ്ടപ്പെടുത്തി കൊണ്ടുവരരുത്. പലയിടങ്ങളിലും പോയി, നിങ്ങൾ മലപ്പുറം ജില്ലയിലുണ്ടായ ഒരു കല്യാണത്തിൽ അവസാനം മിമ്പർമ കയറിയിട്ട് പ്രസംഗം നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, അതായത് 11 മണിക്ക് നടക്കേണ്ട നിക്കാഹ് 1:30, 11, 12 കഴിഞ്ഞ് 1 മണി കഴിഞ്ഞു 1:30 മണിക്ക് പുയ്യാപ്പിള അങ്ങനെ വരുന്നുണ്ട്. എങ്ങനെ വരുന്നത്? പാട്ടും മുട്ടിപ്പാട്ടും ബഹളും പിന്നെ എന്തൊക്കെ പൂത്തിരി മത്താപ്പൊക്കെ പാട്ട് വെതറി ഉൽബുലുമായിട്ടാണ് വരുന്നത്. മനുഷ്യന്മാർക്ക് പ്രാന്ത് കയറാൻ എവിടേക്കെങ്കിലും പോകണം. 11 മണിക്ക് വന്നിരിക്കുക, എന്നിട്ട് വരുന്ന കോലം ഇത്. ഞാൻ മിമ്പർമ കയറിയിട്ട് ഞാൻ പറഞ്ഞു, ഈ കല്യാണം, ഈ നിക്കാഹ് ഇന്ന് നടക്കൂല എന്ന് പറഞ്ഞു. വേറെ മാർഗമല്ല. നിങ്ങൾ ഈ പൊന്നാർ വിളിച്ച് ചോദിക്കാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവോ ഇല്ലെന്ന് ചോദിച്ച് ഉറപ്പുവരുത്തി 2-3 വട്ടം വിളിച്ചിട്ടാണ് വേണോ ചോദിച്ചത്. അപ്പം എന്ന് പറയാ ഉണ്ടാവില്ല, ഗ്യാരണ്ടിയാണ്, ഞാൻ ഗ്യാരണ്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പോണത്. നിക്കാഹ് നടക്കൂല എന്ന് പറഞ്ഞു. ഞാൻ പോകുകയാണെന്ന് പറഞ്ഞ അവസാനം ഞാൻ കസാല പോയിരുന്നു. അവസാനം 2 കൂട്ടരും പാടെ കയറി വന്നു. അത് കുട്ടികൾ ചെയ്തതാണ്, ചെക്കന്മാർ ചെയ്തതാണ്, ഞങ്ങൾ എന്താ ചെയ്യുക ഉസ്താദ്, ഞങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് വന്ന ഇന്ന് നടക്കാതിരുന്ന ശരിയാവും. ഈ കോളത്തിൽ നടക്കൂല.
നിങ്ങൾക്ക് തോന്നിയതാവാമെങ്കിൽ നമുക്ക് തോന്നിയ പോലെ ആകാൻ പറ്റും. ആകെ ഒരു ബഹളമൊക്കെ ഉണ്ടാക്കേണ്ടി വന്നു. കുറച്ച് നമ്മളിങ്ങനെ നിന്നോടുത്തിട്ട് കാര്യമില്ലല്ലോ, എന്തിനെ വേഷം കെട്ടിയിട്ട് എന്താ കാര്യം. കുറേ ചീത്തയൊക്കെ പറഞ്ഞ് 10 അരമണിക്കൂർ കൂടി പിടിച്ചിട്ട് ലാസ്റ്റ് പലരും വന്ന് മാപ്പൊക്കെ പറഞ്ഞ് എന്നോട് അപ്പൊന്നും പറയണ്ട. ഈ നിക്കാഹ് ഇന്ന് നടക്കൂല എന്ന് പറഞ്ഞപ്പോഴേ ആ സദസ്സിന്ന് ആൾക്കാർ കൈയടിച്ചു. അതിനെന്താ മനസ്സിലാക്കേണ്ടത്? ആളുകളൊക്കെ മനം എടുത്തിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പ്രവാചക സ്നേഹത്തിൻ്റെ വെറും റാലിനെ കുറിച്ച് മാത്രമല്ല വരിക. ഇത് വിഷയം പറയേണ്ടി വന്ന നമ്മളെ ഓരോരുത്തരെയും കൊല്ലിക്ക് പിടിക്കണ പലതും വരും. നമ്മളെപ്പറ്റി ചിന്തിച്ചു നോക്കണം. സഹോദരിമാരോട് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ വാക്കിലാ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ വസ്ത്രം ശ്രദ്ധിക്കണം. പ്രവാചകനെ സ്നേഹിക്കുന്നവരാണോ ഖബറിനകത്ത് മറുപടി പറയണോ? നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത്. നരകം ലഭിക്കുന്ന സ്ത്രീകൾ ആരാണ്? വസ്ത്രം ധരിച്ചിട്ടും വസ്ത്രം ധരിക്കാത്തവരെ പോലെയാണ്. ചാഞ്ഞും കുണിഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണ്. ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ മുടിക്കെട്ടുകൾ കെട്ടിവെക്കുന്നവരാണ്. അവർ സ്വർഗത്തിലെത്തൂല, സ്വർഗത്തിന്റെ മണം പോലും കിട്ടൂല. ഇന്ന് പല ക്യാമ്പസുകളിലും ഓണപരിപാടി നടക്കുക. നിങ്ങൾ റോട്ട് കൂടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കി, നല്ല മഞ്ഞപ്പും പച്ചപ്പും ചുവപ്പും കളറൊക്കെ കാണാം. ആര്? നബിദിനത്തിന് റാലി പോകേണ്ട ആൾക്കാരാണ് ഇപ്പോൾ പോയിട്ട് നടത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ വലിയ പെരുന്നാക്കും ചെറിയ പെരുന്നാക്കും പള്ളിക്ക് ഉസാറായി പോണ ആൾക്കാരാണ് മറ്റു മതസ്ഥരുടേത് അടിപൊളിയാക്കി ആഘോഷിച്ചു കൊടുക്കുകയാണ്. ഏതോ ഒരു ടീച്ചർ ഒരു ഗ്രൂപ്പിൽ ഇത് നമ്മളതൊന്നും അല്ലട്ടോ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, നമ്മളിതൊന്നും വല്ലാതെ പങ്കെടുക്കണോ, അയാൾ വർഗീയവാദിയാണെന്ന് പറയുന്നത്. ആ ടീച്ചർ വർഗീയവാദി, ടീച്ചർ പുറത്താക്കിയെന്നപ്പോൾ ഞാൻ കേട്ട് തോന്നുന്നുണ്ട് പെരുമ്പിലാവില്. ഇനി എന്താ ഇപ്പം നമ്മൾ ചെയ്യുക? തോന്നിയതൊക്കെ ആഘോഷിച്ച് നടന്നിട്ട് ബാക്കിയുള്ളവർ ഇത് കൊണ്ട് നടക്കണമെന്ന് പറയുന്ന അവസ്ഥയ്ക്ക്. സ്വാമിമാരുടെ 3.5 മിനിറ്റിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടു നോക്കിയും. ഓണത്തിന് എങ്ങനെയൊക്കെയാണ് പൂജ നടത്തേണ്ടത്, എങ്ങനെയാണ് പൂവിടേണ്ടത്, 1-ാം നാൾ എങ്ങനെയാണ് പൂവിടേണ്ടത്, ചാണകം എങ്ങനെ തേക്കേണ്ടത്. എന്തേ ഓല കുറ്റം പറയാൻ പറ്റില്ല, ഓലതാണത്. എന്നിട്ട് നമ്മളെല്ലാവരും അത് ആഘോഷിച്ചിരിക്കണമെന്ന് നാളെ നമ്മൾ പറയും. എല്ലാവരും കേരളത്തിലെ മൊത്തം ചങ്ങായിമാർ വല്ലരുന്നാക്കൊരാടിനെങ്കിലും അർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് സൗഹാർദ്ദമല്ല, നിങ്ങൾ വർഗീയവാദികളാന്ന് നമ്മൾ പറഞ്ഞാൽ എന്തേക്കും അവസ്ഥ? അപ്പം നമ്മൾ ഓരോരുത്തർക്കും ഓരോ മതങ്ങളും ആഘോഷങ്ങളും ഉണ്ടാവില്ലേ, അതാ വഴിക്ക് പോകുക. ഞാൻ ഈ ഇരിക്കുന്ന നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ മക്കളെ നമ്മൾ ഈ ആദ്യ പരിപാടിക്ക് പറഞ്ഞ് എത്ര മുസ്ലിം കുട്ടികൾ ഡിസംബർ 24 സ്കൂളുകളിലാണ് എല്ലാ പരിപാടി. സ്കൂളിൽ നമ്മളെ കുട്ടികളെ പറഞ്ഞയച്ചാൽ എന്താണ് അവർ ഡിസംബർ നമ്മളെ കുട്ടികളുടെ അപ്പൂപ്പൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നു. ഇവിടുന്ന് കൊടുത്തയച്ചൊന്നല്ല, അവിടുന്ന് ടീച്ചർ പൈസ മേടിച്ച് സെറ്റപ്പ് ഉണ്ടാക്കി നടത്തിയിട്ട് സാന്താക്ലോസിൻ്റെ രൂപമൊക്കെ ഇട്ടൊരു കുട്ടി ഇങ്ങനെ പല സ്റ്റാറ്റസൊക്കെ ഇടാൻ പറ്റിയ വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഇതെന്താ ആ ടീച്ചർ ഇടാൻ പറഞ്ഞാണ്? എനിക്ക് സംശയമാണ്, നമ്മളെപ്പോലത്തെ ആൾക്കാരത് നോക്കിയിട്ട് ഇടിപ്പിക്കുന്നുണ്ടോയെന്ന് വരെ സംശയം തോന്നിപ്പിക്കും. ഇപ്പോൾ വിടലില്ല, സ്കൂൾക്ക് 5 ദിവസം ലീവാണ്. നമ്മുടെ സാധാരണ ഓണ ലീവ് 10 ദിവസമാണ്. എൻ്റെ കുട്ടികൾക്ക് 15 ദിവസം ലീവ് കൊടുക്കലാണ്. അല്ലാതെ എന്താ നമ്മൾ ചെയ്യുക? പഠിക്കണ്ടെന്ന് വെക്കുക. ക്രിസ്മസിൻ്റെ 10 ദിവസത്തിന് ലീവിന് പുറമെ നമ്മളെ പകരം 3 ദിവസം കൂടി എക്സ്ട്രാ ലീവ് ഇട്ട് കൊടുക്കുക. അല്ലാതെ ഇപ്പം എന്താ ആരാ ചോദിക്കാൻ വരുന്നത്? ഇങ്ങനെ നമ്മളാകെ പ്രതിസന്ധിയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലഘട്ടം വരും, എൻ്റെ ഉമ്മത്തിൽ ദീനാരെങ്കിലും മുറുകെ പിടിച്ചാൽ കൽ ഖാബിദി അലൽ ജമർ, തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെയായിരിക്കും. അല്ലാത്തവനക്ക് അല്ല സുഖ, എന്നും ആഘോഷം. ബർത്ത്ഡേ ആഘോഷിക്കുന്ന എത്ര മുസ്ലിം കുട്ടികളും കുടുംബമുണ്ട്. സുന്നത്ത് കല്യാണം ആഘോഷിക്കണ ടീമുകളുണ്ട്. നിങ്ങൾ കാസർഗോഡ് തുടങ്ങിക്കോളും, ഇനി കണ്ണൂർക്ക് എത്തും, കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്തും, പിന്നെ മലപ്പുറം ടൗണിലേക്ക് എത്തും, പിന്നെ പുളിക്കലൊക്കെ പൊളിക്കും. സുന്നത്ത് കല്യാണത്തിൻ്റെ വരവൊക്കെ അങ്ങനെ വരുന്ന വരവ് ഇങ്ങനെ കുട്ടിക്ക് നോട്ടുമാല കൊടുക്കണ വീഡിയോ കിട്ടിയിട്ടില്ലല്ലേ? കിട്ടിയ ഞങ്ങളൊക്കെ ശരിയാവും. എന്തിന്? പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായതിൻ്റെ ചടങ്ങ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ? വരും, നിങ്ങൾ കാത്തിരിക്കും, നിങ്ങൾ ടെൻഷനാവല്ലും വരും. പുളിക്കലങ്ങാടിയിൽ വരും. എന്തിന്? സാധാരണ ഇതൊക്കെ മറച്ചൊക്കെ എല്ലാവരും ചെയ്തിരുന്നത്. അപ്പം ആ നാറ്റക്കേസ് എല്ലാവർക്കും മടുത്തു. ഇപ്പം എല്ലാവർക്കും എന്ത് വിളിച്ചു പറയാ? പ്രസവത്തിന് മുമ്പ് പെണ്ണിനെ 9-ാം മാസം വലിയ പള്ളൊക്കെ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും സ്റ്റാറ്റസ്. പണ്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒന്ന് ഒതുങ്ങി ഒരു ഭാഗത്ത് കൊഴിഞ്ഞു പോകുകയല്ലേ ചെയ്യുക. ചങ്ങായിമാരെ ഇപ്പോൾ ഒരു ദമ്പതിമാരുടെ വിവാഹ വാർഷികം ഉണ്ടായിരുന്നു വയസ്സാം കാലത്ത്, 50-ാം വിവാഹ വാർഷികം. ആ മനുഷ്യന് 75 വയസ്സായിട്ടുണ്ട്. ഇപ്പം 50-ാം വിവാഹ വാർഷികം ആഘോഷിക്കുക. വയസ്സായാലും പഠിക്കണില്ല. പെൺകുട്ടിനെ എന്നിട്ട്
അണീച്ചൊരുക്കിയിട്ട് പുതിയ എണ്ണാക്കി നിർത്തി തലയിൽ ഒരു ഒക്കെ തൂക്കിയിട്ട് എന്നിട്ട് കേക്കൊക്കെ വാരി മൂത്ത് കൂടെ ഒക്കെ തേച്ചു. പിന്നെ കേക്കില്ലാതെ ഒന്നുമില്ലല്ലോ. എല്ലാവരും പ്രവാചക സ്നേഹ റബീഉൽ അവ്വൽ വന്നാൽ മാലട്ട് നല്ല ബൾബൊക്കെ തൂക്കി എല്ലാവരും നബിദിനത്തിൻ്റെ ആൾക്കാരാ, അല്ലെങ്കിൽ വേറെ സലഫികളാ മുജാഹിദെന്നൊക്കെ പറയും. തോന്നുന്നത് പോലെ ജീവിച്ചു കൂട്ടുന്ന കുറേ മനുഷ്യർ. അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. ആ പ്രവാചകന്റെ കൽപ്പനയ്ക്കെതിരായി ആരെങ്കിലും നിലക്കൊണ്ടാൽ അവന് വലിയ ഫിത്നകൾ ബാധിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരുപാട് വേദനയേറിയ ശിക്ഷ അവൻ അനുഭവിക്കുന്നതാണ്. അത് ശ്രദ്ധിച്ചു. 4, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്ത ഒരാൾക്കും സ്വർഗത്തിലെത്താൻ കഴിയില്ല. നമ്മുടെ ബാധ്യതയാണ്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. ഒരു മുഅ്മിനിന് പറ്റാത്ത കാര്യമാണ്, ഒരു മുഅ്മിനത്തായ പെണ്ണിന് പറ്റാത്ത കാര്യമാണ് എന്ത്? അള്ളയും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ പാടില്ലാത്തതാണ്. സംഭവം ഖുർആനിൽ അങ്ങനെ ഉണ്ട്, ഹദീസിലൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിഷ്ടതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? അവനവൻ്റെ ഇഷ്ടത്തിന് നടത്തുക. ആൺകുട്ടിക്ക് സ്വർണ്ണിട്ട് കൊടുക്കുക. വേറെ പലതും നമ്മുടെ നാട്ടിലിപ്പം ഇങ്ങനെ പല തരത്തിലുള്ള സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്കിടയിൽ സൗഹൃദങ്ങൾ ഇങ്ങനെ കയറി പോയിട്ട് ഇപ്പോൾ പ്രേമം എന്ന് ചോദിച്ചാൽ കുട്ടികൾ പ്രേമോ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഒരുത്തനോട് ഇങ്ങനെ മെസ്സേജ് അയക്കണ്ടല്ലോ, അതിൻ്റെ ബെസ്റ്റിയാണമ്മ. അത് ശരി, പ്രേമെന്ന് പറയില്ല, അതിന് പേര് മാറിക്കണു, കുപ്പായം മാറിക്കണു. ബെസ്റ്റിയാണ്. പിന്നെ ഒരാളൊന്നുമല്ല, പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ 1980-90 കാലത്ത് ഒരുത്തനാണെങ്കിൽ ഒരുത്തിൻ്റെ കൂടെ മാത്രമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. സിറ്റുവേഷൻഷിപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത്ര ടൂർ പോകുമ്പോൾ ഒരുത്തൻ, ആർട്സിൻ്റെ അന്ന് ഒരുത്തൻ, സ്പോർട്സിൻ്റെ അന്ന് വേറൊരുത്തൻ, ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇഷ്ടം പോലെ ആളാ. പിന്നെ ഓളത്തേക്ക് പല ആൾക്കാരും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യും, ഒന്ന് നമുക്ക് തരും ഒരു ചാൻസ്. അപ്പോൾ ഓള് ബെഞ്ചിൽ ഇരുത്തുക, അടുത്ത ആളെ കാത്തിരിക്കും. ഇപ്പം ഒഴിവായാൽ അണക്ക് ചാൻസ് തരാം. നിങ്ങൾ ചെറുച്ചണ്ടന്മാരെ, നിങ്ങൾ ധൈര്യം, നിങ്ങളെ ഫോണ് തരാൻ ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ കുട്ടീനെ എത്ര ചാറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ട് തരാം. നിങ്ങളെ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നല്ല, ഓലുള്ളത് ഇൻസ്റ്റഗ്രാമിലാണ്. അതെന്താ ഗ്രാമമാണ്? നിങ്ങൾക്ക് മറ്റേ സ്വർണത്തിൻ്റെ ഗ്രാമല്ലാത്ത ഒരു ഗ്രാമം നിങ്ങൾക്ക് തലയിൽ കയറൂല. ഇൻസ്റ്റഗ്രാമിലാണ് കുട്ടികൾ മൊത്തം നിരങ്ങുന്നത്. എല്ലാവരുടെയും കയ്യിലുണ്ട്. അതിൽ നിന്നാണ് പലതും. അത് രക്ഷിതാക്കൾ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. നമ്മളൊക്കെ പ്രസംഗത്തിൻ്റെ ഇടയിലൊക്കെ ശ്രദ്ധിക്കും. ഞാൻ പലപ്പോഴും എന്നോട് കോളേജ് പഠിക്കുന്ന കുട്ടികളൊക്കെ സാറിന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നല്ലോ. അപ്പോൾ ഓലൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. ഒരു 25-40 ഇടയിലുള്ളവരൊക്കെ പറയും, അവൻ്റെ ഗ്രൂപ്പിലൊക്കെ കുറേ ഫോട്ടോ വീഡിയോസൊക്കെ വരുന്നെങ്കിൽ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. ഓലൊക്കെ വാട്സപ്പ് ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ടാവും, ഫേസ്ബുക്കൊക്കെ നോക്കുന്നുണ്ടാവും. ഒരു 50-40 റേഞ്ചുള്ള ആൾക്കാർ പറയും, നിങ്ങൾ യൂട്യൂബിൽ കണ്ടിരുന്നു കേട്ടോ. ഓലൊക്കെ ആ സാധാ പ്രായമുള്ള ആൾക്കാർ ഓലൊക്കെ യൂട്യൂബൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ രക്ഷിതാക്കളൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഉണ്ടാവും. കുട്ടികൾ മൊത്തം ഈ സംഭവത്തിലുള്ളത്. എന്ന് മാത്രമല്ല, പണ്ടൊക്കെ ഒരാൾ ഗെയിം കളിക്കാന്നൊക്കെ പറഞ്ഞാൽ ഓൻ്റെ ഫോൺ വരുന്ന ഓനിങ്ങനെ ഒറ്റയ്ക്ക് കളിക്കും. ഇന്ന് ഓൻ്റെ ടീമായിട്ട്, ഫുട്ബോൾ ടീമായിട്ട് ഓൻ അവിടേക്ക് ഇവിടേക്ക് കുറച്ചിരിക്കുന്നുണ്ടാവും ഓരോ മൂലക്കെ. ഇപ്പം പെട്ടെന്നിട്ട് ഇങ്ങനെ ഭയങ്കര കളിയായിരിക്കും. നമ്മൾ വിചാരിക്കും എന്താ ഈ പഹയം ചെയ്തുകൊണ്ട്, ഇവൻ കളിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ മറ്റേ ടീമംഗങ്ങൾ അപ്പുറത്ത് ഓൺലൈനിൽ കളിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇങ്ങനെ കളിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ എത്ര മണിക്കൂർ പൊട്ടിയാലും അറിയില്ല. ഞാൻ ഇത്രയും സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം എന്താ അറിയുമോ? നമ്മൾ പ്രവാചക സ്നേഹം എന്ന് പറയുന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ സത്യത്തിൽ നമ്മൾ എത്ര ദൂരത്താണ് എന്ന് ചിന്തിച്ചു നോക്കാൻ പറ്റും. നമ്മൾ എത്ര അകലയിലാണ് കിടക്കുന്നത്. മഹാനായ സ്വഹാബി സുഫിയാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനൻ്റെ വീട്ടിലടുത്തേക്ക് വന്നു. സൂറത്തു നിസാഇൻ്റെ തഫ്സീറിൽ കാണാം. എന്നിട്ട് പറഞ്ഞു, നബിയെ വീട്ടിലിരിക്കാൻ തോന്നണില്ല, ഭയങ്കര വിഷമം വരിക. എന്തിനാണ് വിഷമിക്കുന്നത്? നബി, എനിക്ക് നിങ്ങളെ കാണുന്നു തോന്നുകയാണ് ഇടക്കിടക്ക്. അപ്പോൾ ഞാൻ നിങ്ങളെ വീട്ടിൽ വരും, പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ വന്നാൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ വീട്ടിലിരുന്ന് ആലോചിക്കുന്നത്, നിങ്ങളോ ഞാനോ മരിച്ചാൽ നബിയെ പിന്നെ കാണാൻ പറ്റുമോ? ഇനിയും നാളെ പരലോകത്ത് എത്തിയാൽ നിങ്ങളൊക്കെ വലിയ വലിയ ദർജയിലും ഫിർദൗസിലൊക്കെ ഉണ്ടാവുക, ഞങ്ങളൊക്കെ സ്വർഗത്തിൽ ഏത് ഭാഗത്താണ് ഉണ്ടാവുക എന്ന് തന്നെ അറിയില്ലല്ലോ പടച്ചോനെ. എങ്ങനെയാണ് പടച്ചോനെ ആ സ്വർഗത്തിൽ നിങ്ങളെ ഒന്ന് കാണാൻ കഴിയുക? നബി തങ്ങൾ മൗനം പാലിച്ചു. ആ വിഷമം കേട്ടിട്ട് മൗനം പാലിച്ചു.
നബിക്ക് എന്ത് പറയണമെന്നറിയാതെ കുറച്ചു നേരം മൗനിയായി നിന്നു. അള്ളാന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, വമയ്യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ആര് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചോ അവൻ സ്വാലിഹീങ്ങളുടെ സുദ്ദീഖുമാരുടെ അമ്പിയാക്കന്മാരുടെ കൂടെ സ്വർഗത്തിലുണ്ടാകും. അവരൊക്കെ അങ്ങനെ കൊതിക്കുകയാണ് എന്ന് പറഞ്ഞത്. അവരുടെ സ്നേഹം എത്രയായിരുന്നു. 4 ഖലീഫമാരുടെയൊക്കെ ജീവിത ചരിത്രം വായിക്ക്, അശ്റത്തുൽ മുബശ്ശിരീന്റെ ജീവചരിത്രം വായിക്ക്, ആദ്യത്തെ 3 തലമുറയെ പറ്റി പഠിച്ചു നോക്ക്, മദ്ഹബിന്റെ ഇമാമിങ്ങളെ പറ്റി പഠിച്ചു നോക്ക്, അവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്ക്. ഒരു നബി സ്നേഹത്തിന്റെ പേര് പറഞ്ഞൊരു ആഘോഷമേ കാണാൻ സാധ്യമല്ല. എന്ന് അവർക്ക് സ്നേഹിച്ചോ അങ്ങേയറ്റത്തെ സ്നേഹം. ഞാനത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നമുക്കത് കാണാൻ സാധിക്കും. ഇന്ന് എല്ലായിടത്തും സ്നേഹം വഴിമാറിയതുപോലെ പ്രവാചക സ്നേഹം വഴിമാറിപ്പോയി. നിങ്ങൾക്കറിയോ, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ ഒരു നബിദിന റാലി നടക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ രൂപമുണ്ടാക്കിയിട്ട് ഒരു കുട്ടിനെ വേഷം കെട്ടി കൊടുന്ന് ലെവലാക്കിയിരുത്തി. എന്തിന്? അന്നത്തെ ക്രിസ്ത്യാനികൾ ഉണ്ണിയേശുവിനുണ്ടാക്കിയത് കണ്ടപ്പോൾ ബാംഗ്ലൂരിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഒരു ഉണ്ണി മുഹമ്മദിനുണ്ടാക്കി കൊടുന്നു. അവർ ഒരു പുൽക്കൂടുണ്ടാക്കിയിട്ട് കൊണ്ടുവന്നപ്പോ ഈ റാലിയിൽ നബി തങ്ങളുടെ ഓലമേഞ്ഞ ഒരു വീടിന്റെ രൂപം ഉണ്ടാക്കിയിട്ടൊരു ചെറിയ പുൽക്കൂട് ഓലുണ്ടാക്കി കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നത് ബോംബെയിലോ കൽക്കത്തയിലോ ഉള്ള മുസ്ലിമുകൾ കഴിഞ്ഞ മീലാദുൻ നബിക്ക് വലിയൊരു കേക്ക് ഉണ്ടാക്കിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു മീലാദുൻ നബി എന്നിട്ട് കേക്ക് മുറിച്ചിട്ട് എല്ലാവരും കൊണ്ടുവാരി കൊടുത്തു. ചില സ്ഥലങ്ങളിൽ കേരളത്തിലേക്ക് എത്തിയോന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ വർഷങ്ങളിൽ DJ പാർട്ടി നടന്നു. മീലാദുൻ നബീൻ്റെ പേര് പറഞ്ഞ് വിവിധ തരം ലൈറ്റൊക്കെ പിറ്റിയത് അടിപൊളി മുത്ത് പാട്ടൊക്കെ ഇട്ടിട്ട് റോട്ടിൽ അങ്ങോട്ട് സ്ട്രീറ്റുകളിൽ ഇറങ്ങിയിട്ട് തുള്ളി ചാടി അങ്ങോട്ട് നടന്നു. എന്തേ? ഞങ്ങൾ ആർക്കും എതിർക്കാൻ പറ്റണില്ല, ഞങ്ങൾ നബിദിനല്ലേ, ഇന്ന് നബിനെ സ്നേഹിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോന്ന് കാട്ടിക്കൂട്ടി. ഉസ്താദുമാരവരുടെ ചെല്ലാൻ പറ്റുന്ന വരികൾ മുഴുവൻ പാടി പറഞ്ഞ് പുകഴ്ത്തി. നബിനെ കുറിച്ച് പറയാൻ പറ്റാത്തത് പാടി. അബ്ദുക്കൽ മിസ്കീനു യാജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു. നബിയേ, അങ്ങയുടെ സാധുവായ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു, അങ്ങനിക്ക് പൊറത്തു തരണേ. നമ്മൾ നബിൻ്റെ അടിമയാണെന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഇതെന്താ? ഇത് മദ്ഹല്ല. അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി, അസ്സലാമു അലൈക യാ മാഹിയദ് ദുനൂബി. പാപം പൊറുക്കുന്ന നബിയെ, പ്രയാസം മാറ്റിത്തരുന്ന നബിയെ, ഒന്ന് പുറത്തു തരണം, പ്രയാസം മാറ്റിത്തരണം. എവിടുന്നത് പറയണറിയോ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ട പള്ളിൻ്റെ ഉള്ള. നിങ്ങൾ പുളിക്കലങ്ങാടിൽ പോകണ മാതിരിയല്ല, നിങ്ങളൊന്ന് വണ്ടി എടുത്തിട്ട് സൈഡ് കൂടെ ഒന്ന് പോയി നോക്കിയും പെരുന്നാക്ക് ചമയിക്കാത്ത മുഴുവൻ പള്ളികളും ചമഞ്ഞിട്ടുണ്ട്. മീലാദ് ബൾബുകൾ കത്തിയിട്ടുണ്ട്, മീലാദ് ബൾബുകൾ കത്തിയിട്ടുണ്ട്, മീലാദ് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പെരുന്നാളിൻ്റെ യാതൊരാരവങ്ങളില്ല. എന്തുകൊണ്ട്? പെരുന്നാളിനേക്കാൾ അവർക്ക് ആദരവും ബഹുമാനവും ഇതിലേക്ക് മാറ്റപ്പെട്ടു. തിങ്കളാഴ്ച നോമ്പുണ്ട്, വ്യാഴാഴ്ച നോമ്പുണ്ട്, ആരും അവിടെയും പറയില്ലല്ലോ ബറാത്ത് നോമ്പെന്ന് കേട്ടോക്കി. നിങ്ങൾ എല്ലാ കോഴിപ്പീടിയിലും തിരക്ക് തുടങ്ങിയിട്ടുണ്ടോ? എന്തേ ബറാത്തിര ഇല്ലാത്ത നോമ്പാണോ? വല്ലാത്ത പോലീസ്. ഇവിടെയാണ് പ്രവാചക സ്നേഹത്തിന്റെ രൂപം മാറി, ഭാവം മാറി. പാടില്ലാത്തത് പറയാൻ തുടങ്ങി, പാടാൻ പാടില്ലാത്തത് പാടാൻ തുടങ്ങി. ഇതിനെ എതിർക്കുന്നവർ മുഴുവൻ പ്രവാചകനോട് സ്നേഹമില്ലാത്തവരാക്കി മാറ്റി. ആയിക്കോട്ടെ, ആ മുദ്ര കുത്തിയെന്ന് വെച്ചോട്ടെ, പ്രശ്നമല്ല, അത് പറയുന്നത് പറയട്ടെ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യഥാർത്ഥ പ്രവാചക സ്നേഹികളായി മാറേണ്ടതുണ്ട്. നമുക്ക് ഈ പറഞ്ഞ ആഘോഷങ്ങളൊന്നുമില്ല. അതെന്തുകൊണ്ടില്ല? ഇസ്ലാമിലില്ല. 2 ആഘോഷം, ചെറിയൊരുനാൾ വലിയൊരുനാൾ. എന്നാൽ നമ്മുടെ സ്നേഹം എങ്ങനെയായിരിക്കണം? നമ്മുടെ വ്യക്തിത്വം ഏറ്റവും നല്ല മികച്ച വ്യക്തിത്വമാക്കി മാറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം കൊണ്ട് 1,00,000-ലേറെ ആളുകൾ ആ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കൂടെ ചേർത്ത് വെച്ച് സ്വഹാബത്തായി റളിയല്ലാഹു അൻഹും എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തിയതിന്റെ കാരണം എന്താ? വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബ് വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. നബിയേ, നിങ്ങൾ ഒരു പരുഷ സ്വഭാവിയായിരുന്നുവെങ്കിൽ,
നിങ്ങളൊരു കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ നിങ്ങളെ ജനങ്ങൾ അകന്നു പോകുമായിരുന്നു. നിങ്ങളുടെ അടുത്തേക്ക് ആരും വരൂല നബിയെ, എല്ലാവരും ഒഴിഞ്ഞു പോകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ അടുത്തേക്ക് വരാനുണ്ടായ സാഹചര്യം. ഏത് പ്രതികാരം പോലും മാതൃകയായി പഠിപ്പിച്ചു തന്നു. ശത്രുക്കൾ പോലും ഇസ്ലാം സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നു. കൊല്ലാൻ പുറപ്പെട്ടവർ പോലും പിന്നീട് ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്നു. എത്രയോ ശത്രുക്കളായി ജീവിച്ചിരുന്നവർ മക്ക വിജയ ദിവസം തന്റെ മുമ്പിൽ പഞ്ചഭുജമടക്കി അങ്ങ് കടന്നു വന്നപ്പോ നിങ്ങളെ വിട്ടേച്ചിരിക്കുന്നു, ഹാദാ യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്, ഇന്ന് മാപ്പാണ്, എല്ലാവർക്കും മാപ്പ് എഴുതി കൊടുത്തു, എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു. നമ്മുടെ സ്വഭാവം എന്താണ്? നമ്മുടെ നല്ല ഭർത്താവാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു നല്ല ഭർത്താവായി നമുക്ക് എന്താണ് സ്നേഹം എന്ന് പറഞ്ഞാൽ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. അഞ്ചാമത്തെ കാര്യം, ബാധ്യത. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ പിൻപറ്റണം. യുഹിബ്ബുക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കും. സുന്നത്തെടുത്താൽ എന്താ ഗുണം? സുന്നത്തെടുത്താൽ അല്ലാഹ് നമ്മളെ സ്നേഹിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രഭാതത്തിലുണ്ടാകേണ്ട സുന്നത്തുകളുണ്ട്. ആയത്തുൽ കുർസി ഒരു ദിവസം 8 തവണ ഓതേണ്ടവരാണ് നമ്മൾ. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് ഒരു ദിവസം എത്ര തവണ ഓതണം നമ്മൾ? സുന്നത്തിൽ ചുരുങ്ങിയത് ഒരു ദിവസം 14 തവണ ഓതണം നമ്മൾ. ആയത്തുൽ കുർസി എപ്പോഴാണ് 8 തവണ ഓതേണ്ടത്? ആയത്തുൽ കുർസി എല്ലാ 5 നേരം നിസ്കാരത്തിന്റെ ശേഷം 5, രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനയിൽ 7, രാത്രി ഉറങ്ങാൻ സമയത്ത് 8. ഇനി നമ്മൾ എത്ര ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞു ഈ ചാൻസ് കിട്ടിയപ്പോൾ? ഇനി 2 ബാക്കിയുള്ളൂ, ഇശാക്ക് ശേഷമുള്ളതും ഉറങ്ങണതിൻ്റെ ചാൻസ് ഉള്ളൂ. നമ്മൾ സുന്നത്തിൻ്റെ ആൾക്കാരായി മാറിയാൽ അങ്ങനെയാണ്. 14 ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് ഉണ്ടാവണം. അങ്ങനെ 14 ഉണ്ടാവല്. 1 എല്ലാ നമസ്കാരത്തിൻ്റെയും ശേഷം ഓരോ തവണ, അപ്പം 5 ആയി. രാവിലെയും വൈകുന്നേരവും 3 വെച്ചിട്ട് 5 6 11 തവണ. രാത്രി ഉറങ്ങണതിൻ്റെ മുമ്പ് 3 തവണ കൈകളിലേക്ക് ഊതിയിട്ട് തലോടുന്ന 3 14 തവണ. 12 റക്അത്തായി റവാത്തിബ് നമസ്കരിക്കാൻ നമ്മളോട് പറഞ്ഞു. സുന്നത്ത് വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. 12 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട് എന്ന ഹദീസ് സ്വഹാബ വനിതകൾക്കിടയിൽ നിന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കേട്ടു. ഉമ്മു സലമ ബീവി ചോദിച്ചു, അതിൻ്റെ മഹത്വമൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് പിന്നെ പറയാണ്, ഫമാ തറക്തു മുൻദു സമിഅതുഹുന്ന, അത് കേട്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ അത് ഉപേക്ഷിച്ചിട്ടില്ല. കേട്ടാ മതി, സുന്നത്താണോ കേട്ടാ മതി. ഉമ്മു സലമ ബീവി പറഞ്ഞത് മറ്റു സ്വഹാബിമാര് കേട്ടു. പിന്നീട് അവര് പറയുന്നു, ഞങ്ങൾ അതിനുശേഷം പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല. പണ്ടൊക്കെ നമ്മുടെ ഒരു സദസ്സിൽ പോയിരുന്ന നല്ല താടി വളർത്തിയ കുറേ മനുഷ്യന്മാരുണ്ടായിരുന്നു. അതിൻ്റെ പതിയെ അതിൻ്റെ എണ്ണങ്ങൾ കുറഞ്ഞു വന്നു. ആരൊക്കെയോ എന്തൊക്കെയോ പഠിപ്പിച്ചു. 24ഓളം ഹദീസുകളിൽ താടി വളർത്തുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായിക്കൊണ്ടുള്ള നിർദ്ദേശം വന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വടിച്ചു നടക്കുമ്പോൾ നമ്മളൊക്കെ ഓരോരുത്തർ തൊണ്ടക്കൊരു സർജറി ചെയ്യേണ്ടി വന്നു. അപ്പോൾ തൊണ്ടക്ക് സർജറി ചെയ്യുന്ന സമയത്ത് 4 മണിക്കൂർ മയക്കി കിടത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, താടി വടിക്കണം, അല്ലാതെ ചെയ്യാൻ കഴിയില്ല. അകത്തുകൂടെയാണ് ചെയ്യുന്നത് എങ്കിൽ പോലും ഇവിടെയൊക്കെ ഓക്സിജൻ തരുന്നതിൻ്റെ ഭാഗമായി പല സാധനങ്ങൾ ഒട്ടിച്ച് പിടിച്ചിട്ട് വേണം അത് ചെയ്യാൻ. ഏറ്റവും അസ്വസ്ഥമായ ദിവസങ്ങളായിരുന്നു. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ വേദന ഒന്നും പ്രശ്നമില്ല. ഒരു 5-6 മാസം താടില്ലാത്തതിൻ്റെ ഒരു വല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ചില ആൾക്കാർ ഇങ്ങനെ ബാർബർ ഷോപ്പിൽ പൈസ കൊടുത്തിട്ട് ഇതിങ്ങനെ വടിച്ചിങ്ങനെ കളികൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു വല്ലാത്ത അസ്വസ്ഥമായ അവസ്ഥ ഉണ്ടായിരുന്നു. കഴിയുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, ഭാര്യമാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അതിനൊക്കെ ഇങ്ങനെ കളിയാക്കി, അതിനൊക്കെ ഇങ്ങനെ ഒരുതരം വയസ്സനാക്കി ചിത്രീകരിച്ച് ഒരു തന്തവൈബാക്കി മാറ്റി അങ്ങനെ അതിനെ തള്ളുന്നതിന് പകരം നമ്മുടെ അടുക്കൽ നിന്ന് പ്രോത്സാഹനം ഉണ്ടാവണം. ഭാര്യമാരോട് പ്രിയപ്പെട്ടവർ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും മഹത്തരമായ സുന്നത്ത് ഹിജാബ് ധരിക്കലാണ്.
അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ നിക്കാബ് ധരിക്കാൻ തുടങ്ങി, ഹിജാബ് ധരിക്കാൻ തുടങ്ങി, നല്ല അവസ്ഥയിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോഴെങ്കിലും പർദ്ദയും ഫാഷനായി മാറാൻ തുടങ്ങി. ഒരു പുതിയ ഫാഷൻ എന്താ, ഏതെങ്കിലുമൊക്കെ കളറാക്കി ഇടുക, നല്ല ശ്രദ്ധിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പർദ്ദ ഉണ്ടാക്കുക, അതിന് നല്ല ഡിസൈനും വിരക്കളും പോലെ പർദ്ദ ചെയ്യാൻ മതിയില്ലേ. അപ്പോൾ നമ്മൾ ആകർഷിക്കാതിരിക്കാനാണ് ഈ വസ്ത്രം ധരിക്കേണ്ടത്. എന്നാൽ ഭാര്യമാരുടെ മുമ്പിൽ ഭർത്താക്കന്മാരും ഭർത്താക്കന്മാരുടെ മുമ്പിൽ ഭാര്യമാരും അണിഞ്ഞൊരുങ്ങി വൃത്തിയായി നടക്കുന്നത് സുന്നത്താണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഭാര്യമാർ അണിഞ്ഞൊരുങ്ങുന്ന പോലെ ഞാൻ എൻ്റെ ഭർത്താവ് എന്ന നിലക്ക് ഞാൻ എൻ്റെ വീട്ടിൽ അണിഞ്ഞൊരുങ്ങുമായിരുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ 2 കൊല്ലം ഉണ്ടായിരുന്നത് പോലത്തെ ഒരു ടച്ചപ്പ്, ഒരു വല്ലാത്തൊരു ഇംപ്രഷൻ എന്താ വരാത്തതെന്ന് ചോദിച്ചാൽ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുങ്ങണില്ല. ആ പുതുക്കം മാറി. ഇന്നും നമ്മൾ ഒരുങ്ങണം, തൻ്റെ ഇണക്ക് വേണ്ടി ഒരുങ്ങണം, കുളിക്കണം, വൃത്തിയാകണം, സുഗന്ധം പൂശണം. സ്ത്രീകളെ, നമുക്ക് ഏറ്റവും മൊഞ്ചായി സുഗന്ധം പൂശി വൃത്തിയായി നടക്കേണ്ട സ്ഥലമാണ് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളെ ഭർത്താവിനുള്ള ചാൻസ്. അത് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നു. മക്കളോടുള്ള നമ്മുടെ ബാധ്യതകൾ കൃത്യമായി പാലിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ മക്കൾ ഇങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുക. നമ്മുടെ സുന്നത്തിൻ്റെ വക്താക്കളാണ്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ബിസ്മില്ല കൊണ്ട് വീട്ടിലേക്ക് കയറണം. ആര് കയറി വരികയാണെങ്കിലും അസ്സലാമു അലൈക്കും സലാം പറയണം. ആരാണെങ്കിലും, മക്കളാണെങ്കിൽ മക്കള്, ഭാര്യയാണെങ്കിൽ ഭാര്യ, ഭർത്താവാണെങ്കിൽ വീട്ടിൽ കയറുമ്പോൾ. 3, വീട്ടിനകത്ത് എത്തിയ ഉടനെ മിസ്വാക്ക് ചെയ്യണം. നമ്മൾ പലതും തിന്നിട്ടാണ് വരിക, തിന്നാലും തിന്നില്ലെങ്കിലും ശരി, വീട്ടിൽ നിന്നകത്ത് കയറി ഒന്ന് ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് 3 സുന്നത്ത് കിട്ടി. 10 വയസ്സുള്ള കുട്ടികളെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആക്കണം. അതിന് 7ാമത്തെ വയസ്സ് മുതൽ ഇങ്ങനെ തുടങ്ങണം കേട്ടോ, 10ലല്ല തുടങ്ങേണ്ടത്. 10 വയസ്സിന് മേലെ കടന്നുപോയ കുട്ടികളെ ബെഡിൽ മാറ്റി കടത്തണം. അതിനുള്ള സൗകര്യം വീട്ടിലുണ്ടാക്കണം, അല്ലേ? ഇന്നിപ്പോൾ താര ജോഡികളാണ്. ആര്? ആദില, നൂറ എന്ന് പറഞ്ഞിട്ട് പോലും വലിയ താരങ്ങളാണ് കേരളത്തിൽ. എന്താ അവര്? ലെസ്ബിയനാണ്. എന്താ അസലെ പെണ്ണും പെണ്ണുമായിട്ട് അങ്ങനെ ഭാര്യയും ഭർത്താവുമായിട്ട് കപ്പിളായിട്ട് എന്നിട്ട് കോലം കെട്ടി നടക്കുക. എന്നിട്ട് അതിൻ്റെ ചോദ്യങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ മുമ്പിൽ നിന്ന് വിളിച്ച് മറുപടി പറഞ്ഞു കൊടുക്കുക. അപ്പുറത്ത് വേറെ ചങ്ങായുണ്ട്, ഞാൻ പേരൊന്നും പറഞ്ഞ് പ്രചരിപ്പിക്കണില്ല, ഓല് ആണും തമ്മിൽ നടക്കണത്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ കാണുകയാണ്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഇതൊക്കെ എന്താ കുഴപ്പമെന്ന് കുട്ടികളുടെ തോന്നിപ്പോണതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നല്ല രൂപത്തിൽ ചെറുപ്പം മുതൽ തന്നെ അവർക്ക് കൊടുക്കേണ്ടുന്ന ശിക്ഷണങ്ങൾ കൊടുക്കാൻ കഴിയണം. നമ്മുടെ മക്കളെ 4 കാര്യങ്ങൾ ഇസ്ലാമിക സുന്നത്ത് പ്രകാരം അറിഞ്ഞു മനസ്സിലാക്കേണ്ട 4 കാര്യങ്ങൾ നമ്മുടെ കുട്ടിക്ക് കിട്ടണം. അതിൽ 1 സ്നേഹമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്നേഹം കൊടുക്കണം. 2 കുട്ടിക്ക് കൊടുക്കേണ്ട അംഗീകാരം കൊടുക്കണം. അവന് സ്കൂൾ വിട്ട് വന്നതാണ്, അവന് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്, അവനക്ക് ഇന്ന് അത്ര കഴിയില്ല, അവനെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. അവന് കൊടുക്കേണ്ടുന്ന പരിഗണനയുണ്ടാവണം. 4 അവർക്ക് പ്രശംസ കൊടുക്കണം. എന്ത് നന്മ കണ്ടാലും അവരെ പ്രശംസിക്കണം. ഈ പ്രശംസിക്കാൻ മറന്നു പോകുന്ന ഘട്ടം വരുമ്പോഴൊക്കെ എവിടുന്നാണോ ലൈക്കും കമൻറ്റും കിട്ടുന്നത് അവിടേക്ക് അവർ അങ്ങ് ചാഞ്ഞു പോവുകയാണ്. 18 കൊല്ലത്തെ അധ്വാനം ഉമ്മ വാപ്പ കുട്ടി മറന്നു, അതുവരെ കൊടുത്ത ഫീസ് മറന്നു. അതുവരെ ആ വാപ്പയും ഉമ്മയുലെ ഓട്ടോറിക്ഷയ്ക്ക് ഓടിച്ച് ജീവിച്ച, വെയിലും പുകയും കൊണ്ട് നടുറോട്ടിൽ ജീവിച്ച വാപ്പാൻ്റെ മോള് കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. പ്രവാസിയായ വാപ്പമാർ ഉമ്മമാർ വിളിക്കാറുണ്ട്, മക്കളൊന്ന് വീട്ടിലേക്ക് വിളിച്ച് ഉപദേശിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അവരൊക്കെ ജീവിക്കുന്ന അവസ്ഥകൾ ആലോചിച്ച് നോക്കണം. പ്രിയപ്പെട്ട വാപ്പമാരും ഉമ്മമാരും ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഇന്ന് നമ്മൾ കൊടുക്കേണ്ടുന്നത് സമയമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ നല്ലൊരു സമയം കൊടുക്കണം. നല്ല ആശ്വാസത്തിൽ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ശാന്തമായി എണീക്കാനുള്ള സമയം കൊടുക്കണം. 2 അവർ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും നമ്മൾ ഫ്രീ ആവണം. നമ്മളെ കുട്ടിനെ പരിഗണിക്കണം, ചായ എടുത്ത് കൊടുക്കണം, വർത്താനം പറയണം, ഡ്രസ്സിൽ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കണം. ഇപ്പം ബാഗൊക്കെ ഇട്ട് പോയിട്ടുണ്ടാവും, അതൊക്കെ അങ്ങനെ ഉണ്ടാവും. എന്നാലും നമ്മളൊക്കെ എടുത്ത് നമ്മളൊരു സിസ്റ്റമാക്കി വെക്കണം. എന്നിട്ട് അവനെ പതുക്കെ സമാധാനിപ്പിച്ച് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ആശ്വാസം കൊടുക്കാൻ നമുക്ക് കഴിയണം. 3 രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മളാവണം നമ്മുടെ കുട്ടിനെ ഉറക്കുന്നത്. നമ്മൾ വർത്താനം പറഞ്ഞ് കഥ പറഞ്ഞ് സൊറ പറഞ്ഞ് അവസാന പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊടുത്ത് അങ്ങനെ കുട്ടി ഉറങ്ങിയാൽ വേറെ ആരെത്ര മെസ്സേജ് അയച്ചാലും കുട്ടി പറയും നോ ഗ്യാപ്പ്, ഒരു ചാൻസും ഇല്ല മോനെ. ഇന്ന് അങ്ങനെയല്ല. അവസാനം മെസ്സേജ് അയക്കുന്നതും വിളിക്കുന്നതും സംസാരിക്കുന്നതും വേറെ ആൾക്കാരായിട്ടാണ്.
അതുകൊണ്ടാണ് കുറേ ദിവസം അത് തുടർന്നാൽ അവസാനം കുട്ടി പറയാൻ തുടങ്ങും, എനിക്കോനെ മതി. ഈ സമയം കൊടുക്കാൻ നമ്മൾ പുതിയ കാലഘട്ടമാണ്. ആ വെല്ലുവിളികളെയെല്ലാം നമ്മൾ മറക്കുക, ദാമ്പത്യം മനോഹരമാക്കുക. ഒരു കുട്ടി നന്നാകുന്നതിലെ ഏറ്റവും ശ്രദ്ധേയമാണ് ദാമ്പത്യം നന്നാവുക. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. കൺകുളിർമയുള്ള മക്കൾ. സിയാറി നടക്കുന്നുണ്ടാവും, QHLS നടക്കുന്നുണ്ടാവും. ഇതിലൊക്കെ നമ്മൾ എത്ര പേര് സജീവമായി പങ്കെടുക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കും. എത്ര പേര് ഈ വിഷയത്തിലൊക്കെ ഇടപെടേണ്ട. ഓരോ കാരണങ്ങൾ കണ്ടെത്തി നമ്മൾ ഒഴിഞ്ഞു മാറുക. ഇവിടെ അന്നൗറയെ പോലുള്ള ഒരു സ്കൂളും ഓരോ വർഷം വരുമ്പോൾ അൽഹംദുലില്ലാ ബാറക്കല്ലാഹു ഫീക്കും ഓരോ ഉയർച്ചകളും നമ്മൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുകയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ആളുകളുണ്ടെങ്കിലും സദസ്സിൽ വന്നിരിക്കുന്ന ആളുകളുടെ എണ്ണം കുറയാതെ ഓരോ വിജ്ഞാന സദസ്സുകളിലും ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. CREക്ക് വേണ്ടി ഒരു നോട്ടീസും മെസ്സേജും ആവശ്യമില്ല. ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ 8ാം ക്ലാസ് കഴിഞ്ഞ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പറഞ്ഞയച്ചാൽ ഒരു പബ്ലിസിറ്റി ആവശ്യമില്ല. വെള്ളിയാഴ്ചകളിലെ ഖുത്ബകൾ, ജുമുഅകൾ വ്യവസ്ഥാപിതമായി ഉപയോഗപ്പെടുത്തുക. ദീനിയായി വായിക്കാൻ പറ്റാവുന്ന നല്ല നല്ല വായനകൾക്ക് ഉപയോഗപ്പെടുത്തുക. വിശുദ്ധ ഖുർആൻ ഒരായത്തെങ്കിലും പഠിക്കാനുള്ള വഴിയുണ്ടെങ്കിൽ, ഹിഫ്ളാക്കാൻ പറ്റുമെങ്കിൽ അത് എത്തിക്കുക, കേൾക്കുക. ബല്ലിഗു അന്നി വലൗ ആയ, മറ്റുള്ളവർക്ക് നിങ്ങൾ ഒരായത്തെങ്കിലും എത്തിച്ചു കൊടുക്കുക. ഒരായത്ത്. പ്രബോധന രംഗത്ത്, ദഅ്വ രംഗത്ത് ഇല്ലേ, ഓരോ ആഘോഷങ്ങളും ആചാരങ്ങളും ദുരാചാരങ്ങളും ഇവിടെ പൊടിപാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൻദല്ലാ ഖൈർ, ആരെങ്കിലും ഒരു ഖൈറായ കാര്യം മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുത്താൽ ഫലഹു അജ്റുൻ മിസ്ലു അജ്രി ഫാഇലി, അത് ചെയ്യുന്ന വ്യക്തിക്ക് പ്രതിഫലമുള്ളതുപോലെ അത് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിക്ക് പ്രതിഫലമുണ്ട്. നമ്മൾ എത്ര ആൾക്ക് എന്ത് മെസ്സേജ്, നമ്മൾ എത്ര ആൾക്കാർക്ക് ഞാൻ അറിയിച്ചു കൊടുക്കാറുണ്ട്? പീസ് റേഡിയോയിൽ രാവിലെയും വൈകുന്നേരവും ലൈവ് നടന്നുകൊണ്ടിരിക്കുക. 10,000-കണക്കിന് ആളുകൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാത്ത സമയങ്ങളിൽ റിവൈൻഡ് ഓപ്ഷനുകളിൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഖുർആൻ ക്ലാസ്സുകൾക്ക് പോകാൻ മാത്രമുള്ള തിരക്കുള്ളവരാണെങ്കിൽ അന്നൂർ എന്ന് പറയുന്ന ഖുർആൻ പഠന സംരംഭമുണ്ട്. എന്തൊക്കെ ദർസുകൾ നമ്മുടെ നാട്ടിൽ വ്യവസ്ഥാപിതമായി നടക്കുന്നു. എന്നിട്ടും ചിലർ പറയാണ് അവിടെ ക്ലാസ് ഇല്ല, ഓല് തീരെ ദീനിലെ ഫുള്ള് സംഘടനാ പ്രവർത്തനമാണ്, ഒരു കാര്യമില്ല, അവരെ കൂടെ നടന്ന വെറുതെ പരലോകം പോകുന്നൊക്കെ പറഞ്ഞ് ഒറ്റക്ക് ഒഴിഞ്ഞു മാറി നടക്കുന്നവനെ ചെന്നായ പിടിക്കുമെന്ന ഹദീസിനെ മനസ്സിലാക്കാതെ ജീവിക്കുന്ന സമൂഹത്തിൽ യാതൊരു നിലക്കുമുള്ള ആളുകളുടെ ഇടയിൽ ഇറങ്ങി അവരുടെ പ്രയാസങ്ങൾക്ക് ക്ഷമിക്കുന്ന ഒരു സ്വഭാവത്തിന് പകരമായി ഉൾവലിഞ്ഞ് ഒഴിഞ്ഞു മാറി നടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളിയും. നമ്മൾ പ്രവാചകന്റെ സുന്നത്തുകളെ അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ജമാഅത്തിനെ മുറുകെ പിടിക്കണം. 3 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട്. ഫിസ്സരീദി, ചീസിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട്. ചീസ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണല്ലോ ഭക്ഷണത്തിൽ മറ്റൊക്കെ ആയിട്ട്. അതേപോലെ തന്നെയാണ് അത്താഴത്തിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട്. ഫിൽ ജമാഅത്തി, സംഘമായുള്ള നന്മകളിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ട്. അതൊരു വ്യത്യസ്തമായ, അതിങ്ങനെ ഒഴിഞ്ഞു മാറി ഇങ്ങനെ പരിഹസിക്കേണ്ട ഒന്നല്ല, ചെയ്യാൻ പറ്റുന്ന. തആവനു അലൽ ബിർരി വത്തഖ്വ, നന്മകളിൽ പുണ്യങ്ങളിലൊക്കെ സഹകരിച്ചു കൊടുക്കുക. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപങ്ങളോട് തിന്മകളോട് തെറ്റുകളോട് സഹകരിക്കാതിരിക്കുക. ആര് നേതാവ് പറഞ്ഞാലും ഏത് ഖാദി പറഞ്ഞാലും തിന്മകളോട് നമ്മളാരും സഹകരിക്കൂല, തീരുമാനിച്ചാൽ മതി. ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ തുടങ്ങി വെച്ചതിൻ്റെ ആ ഒരു ഭാഗം തന്നെ നമ്മൾ ഇവിടുന്ന് അവസാനം ഒരു യാത്ര പോയി ആ ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാലുണ്ടാകുന്ന അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. പ്രിയപ്പെട്ട ഭാര്യ, ഓള് വേറൊരു ചങ്ങാതിൻ്റെ കൂടെ ദാമ്പത്യം അനുഭവിക്കും. ഈ അടുത്തൊരു ഈജിപ്തിൽ നടന്നൊരു പ്രോഗ്രാമിൽ ഒരു ഭർത്താവ് തൻ്റെ കൗൺസിലിങ്ങിനിടയിൽ സംസാരിക്കുകയാണ്. എൻ്റെ ഭാര്യ മരിച്ചിട്ട് 5 വർഷവും 6 മാസവും 2 ദിവസവും കഴിഞ്ഞു. ഞാൻ വലിയ വിഷമത്തിലാണ്. അപ്പോൾ ഈ ചാനൽ ചോദിക്കുന്ന ആൾ ചോദിച്ചു, നിങ്ങൾ 5 വർഷവും 6 മാസവും 2 ദിവസമൊക്കെ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അല്ല, അവൾ മരിച്ച മണിക്കൂറുകൾ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്കത്രമാത്രം വലുതാണ് അവൾ. ഞാൻ ചിലപ്പോഴൊക്കെ ആഗ്രഹിക്കാറുണ്ട്, കൊതിക്കാറുണ്ട്, നാളെ പരലോകത്ത് എല്ലാവർക്കും ഹൂറുലീങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നു. എനിക്കതൊന്നും വേണ്ട, എനിക്കെൻ്റെ ഭാര്യയെ കിട്ടിയാൽ മതി.
എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെന്ന് വിളിക്കുന്ന നമ്മുടെ ഭാര്യമാര് വരെ മറ്റൊരാളുടെ മണിയറയിലുണ്ടാവും. ഭാര്യ മരിച്ചാൽ ഭർത്താവ് കുറച്ചു കാലങ്ങൾ അധികം മുന്നോട്ട് പോകാതെ ആളുകളെല്ലാവരും കൂടി അദ്ദേഹത്തിനൊരു പെണ്ണ് കെട്ടിക്കും. തർക്കമല്ല. പ്രിയപ്പെട്ട മക്കള് പിന്നെ എളാപ്പാനെയും മൂത്താപ്പാനെയും മാമൻ്റെ ഒക്കെ പിന്നാലെയായി അവരങ്ങനെ നടക്കും. 3-4 ദിവസം കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഫോൺ, നമ്മുടെ വാട്സപ്പ് അയാൾ ഉപയോഗിക്കും. നമ്മുടെ കട വേറെ ആൾക്ക് കൈകാര്യം ചെയ്യാൻ കൊടുക്കും. നമ്മുടെ അനന്തരാവകാശ സ്വത്ത് ഡിവൈഡ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കൊക്കെ കൊടുക്കേണ്ട ചില അവകാശികൾ ഉണ്ടാവും, അവർക്ക് വീതിച്ചു കൊടുക്കും. ആ ഖബറിനകത്ത് നമ്മൾ മാത്രമായി മാറുമ്പോൾ ആർക്കൊക്കെ വേണ്ടിയാണോ നമ്മൾ ദീന് പാലിക്കാതെ, പ്രവാചകനെ ശരിക്ക് സ്നേഹിക്കാതെ, ഇസ്ലാമിൻ്റെ ഇസ്സത്തിനെ നുകരാതെ, നാട്ടുകാർക്ക് വേണ്ടി, വാപ്പാക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി ദീനിന്റെ ഷിആറുകളെ തള്ളിക്കളഞ്ഞു നടന്നവരെല്ലാം അവസാനത്തിൽ വിലപിച്ചു പറയും, യാ വൈലതാ, എൻ്റെ നഷ്ടമേ, എൻ്റെ കഷ്ടകാലമേ, ലൈതനീ ലമ്മത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇങ്ങനെ ഒരു ചങ്ങാതിയെ ഞാൻ സ്വീകരിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ചങ്ങാതി കാരണം കൊണ്ട് നരകത്ത് പോണൊരു. വേറെ ചിലർ പറയും, റബ്ബനാ ഇന്നാ തഅനാ സാദതനാ വകുബറാഅനാ, സയ്യിദന്മാര്, സാദാത്യങ്ങൾ, കുബറാക്കന്മാര് പറയണത് കേട്ടിട്ട് അങ്ങ് നടന്നു, ഞങ്ങളെ അവർ പിഴപ്പിച്ചു റബ്ബേ, അവർക്ക് ഇരട്ടി ഇരട്ടി ശിക്ഷ കൊടുക്കണേ അല്ലാ. ഒരു വല്ലാത്ത പരലോകം, എല്ലാവരും കൈയൊഴിയ. ചിലർ വന്നിട്ട് പറയും, അല്ലാ, ഒരുപാട് ഉപദേശങ്ങളൊക്കെ കിട്ടിയതാണ്, പലരും പല വഅദുകളുമൊക്കെ തന്നതാണ്, ആയത്തും ഹദീസൊക്കെ കേട്ടതാണ്. വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ അന്ന് കേട്ടിരുന്നെങ്കിൽ, ചിന്തിച്ചിരുന്നെങ്കിൽ ഈ നരകത്തിൽ വീഴോലായിരുന്നു. കേട്ടാലും പഠിപ്പിച്ചു കൊടുത്താലും ചിന്തിക്കാതെ ആലോചിക്കാതെ നടന്നവരായിരുന്നു. ഓരോരുത്തരും വിലപിച്ച് വിലപിച്ച് അവസാനം നരകത്തിൻ്റെ മുമ്പിൽ ചെന്ന് ചാടുമ്പോൾ വേദനയോടെ, വിഷമത്തോടെ അട്ടഹസിച്ച് കരയുന്ന ഒരു രംഗമുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിൻ്റെ സ്വപ്നമാവണം, ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും എൻ്റെ ഭാര്യൻ്റെ കുട്ടികളും നരകത്തിലുണ്ടാവരുത്. അവർ ഖുർആനുള്ളവരായി മാറണം, അവർ പ്രവാചക സ്നേഹികളായി മാറണം, ദിക്റുള്ളവരായി മാറണം, സ്വലാത്തുള്ളവരായി മാറണം, വ്യക്തികളോട് നല്ല ബന്ധമുള്ളവരായി മാറണം, ആതിഥ്യമര്യാദയുള്ളവരായി മാറണം, മുതിർന്നവരെ ബഹുമാനിക്കുന്ന സ്വഭാവം ഉണ്ടാവണം, ചെറിയ കുട്ടികളോടൊക്കെ കരുണയുള്ള സ്വഭാവത്തിലായി മാറണം, കുടുംബത്തിൽ അച്ചടക്കം പാലിക്കുന്നവരായി മാറണം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണേ. അതിനുവേണ്ടിയാണ് ഈ സംഗമങ്ങൾ. അതുകൊണ്ട് വിജ്ഞാന സദസ്സുകളിൽ കുടുംബസമേതം ഇരുന്ന് ചെന്ന് പഠിച്ച് അടുത്തതെന്നാണ് എന്ന് ആലോചിക്കാനും കൃത്യമായി കൊണ്ട് അതിലൊക്കെ ഒരു ഫോളോ അപ്പ് ഉണ്ടാകുവാനും എല്ലാ നിലക്കുമുള്ള നന്മകളിൽ നമ്മുടെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായ പിന്തുണയും പ്രാർത്ഥനയുമായി ഓരോ നന്മകളിലും നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം ആഗ്രഹിക്കുകയാണ്. വരാനിരിക്കുന്ന ശാഖാ സമ്മേളനങ്ങൾ വരാനിരിക്കുന്നു, മറ്റു പ്രോഗ്രാമുകൾ നമ്മൾ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിലും എല്ലാവരുടെയും ഒരു മനസ്സഴിഞ്ഞ് ആത്മാർത്ഥമായ ഒരു താല്പര്യപൂർവ്വമുള്ള ഒരു നല്ല ഒരു മനസ്സിൻ്റെ ഒരു കെട്ടുറപ്പോടെ സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഒട്ടനേകം അവസരങ്ങളിൽ പങ്കാളികളാവാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ ശാരീരിക മാനസിക പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരുമാറാകട്ടെ. രോഗികൾക്കെല്ലാം അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം അല്ലാഹുവേ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അവരുടെ ബർസഖിൻ്റെ ലോകത്ത് സ്വർഗത്തിൻ്റെ കാഴ്ചകൾ നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം പൊരുത്തക്കേടുകളില്ലാതെ ഏറ്റവും നല്ല ഇണകളായി ജീവിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. സാമ്പത്തികമായ എല്ലാ പരാധീനതകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ളൊരു സന്മനസ് ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി തരണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أغث بأهل فلسطين. اللهم أغث بأهل فلسطين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.